ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +1 ബയോളജിയിലെ ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ആദ്യ പാർട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ സിസ്റ്റമാറ്റിക്സിനെ കുറിച്ചും അതുപോലെ നോമൻക്ലേച്ചറിനെ കുറിച്ചും ടാക്സോണമിക് ഹയറാർക്കിയെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് കണ്ടു, ഡിഫൈനിങ് ഫീച്ചർ ഏതൊക്കെയാണെന്നൊക്കെ കണ്ടു അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരികയാണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ കണ്ടെത്തണം. പറ്റുമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. നമ്മൾ ഓരോ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലെ കോൺസെപ്റ്റ്സ് ഒന്ന് റീകോൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷന് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ക്ലാസ്സിൻ്റെ ആദ്യത്തിൽ. ഓക്കെ, അപ്പോൾ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഒന്നാമത്തത്, വാട്ട് ആർ ദ ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ലൈഫ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. ഓർഗാനിസംസിന് നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് പറയാൻ പറ്റും. അതിൽ ലിവിങ് ഓർഗാനിസംസിനെ ഡിഫൈൻ ചെയ്യുന്ന ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, റീപ്രൊഡക്ഷൻ എന്തുകൊണ്ടാണ് ഡിഫൈനിങ് ഫീച്ചർ അല്ലാത്തത് എന്നാണ്. റീപ്രൊഡക്ഷൻ ഒരു ഡിഫൈനിങ് ഫീച്ചർ അല്ല, അതൊരു ക്യാരക്ടറാണ്. അതെന്തുകൊണ്ടാണ് ഡിഫൈനിങ് ഫീച്ചർ അല്ലാത്തത് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെന്താണ്, ഗ്രോത്ത് ഓഫ് ഓർഗാനിസംസും ഗ്രോത്ത് ഓഫ് നോൺ ലിവിങ് ഓബ്ജക്ട്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടെത്തണം. പറ്റുമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷനെ കുറിച്ചും അതുപോലെ നോമൻക്ലേച്ചറിനെ കുറിച്ചും ടാക്സോണമിക് ഹയറാർക്കിയെക്കുറിച്ചുമാണ്. നമുക്കറിയാം, ഈ പ്ലാനറ്റിൽ, എർത്ത് എന്ന പ്ലാനറ്റിൽ ഒരുപാട് ജീവികളുണ്ട് അല്ലേ, ഇഷ്ടംപോലെ ജീവികളുണ്ട്. അപ്പോൾ നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു ടേം ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ടോട്ടൽ ലിവിങ് ഓർഗാനിസംസ് ഓൺ ദിസ് പ്ലാനറ്റ്, അതിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. അതുതന്നെ പല ടൈപ്പ് ഓർഗാനിസംസ് ആണുള്ളത് അല്ലേ. ഒരേപോലെയുള്ള ഓർഗാനിസംസ് അല്ല, വ്യത്യസ്ത തരത്തിലുള്ള ഓർഗാനിസംസ് ആണ്. അതിന് മൊത്തത്തിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മില്യൺസ് ഓഫ് ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗൈ, പ്ലാന്റ്സ്, ആനിമൽസ്, എല്ലാ ടൈപ്പ് ഓർഗാനിസംസും ഉണ്ട് അല്ലേ. 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഡിസ്കവേർഡ്. ഇന്ന് വരെ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഓർഗാനിസംസ് എന്ന് പറയുന്നത് 1.7 to 1.8 മില്യൺ സ്പീഷീസ് ആണ്. അതിൽ തന്നെ നമ്മൾ 1.25 മില്യൺ സ്പീഷീസ് ഓഫ് അനിമൽസിനെ കുറിച്ചും അതുപോലെ 0.5 മില്യൺ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ചും നമ്മൾ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അനിമൽസും പ്ലാന്റ്സും ഒക്കെ ഇനിയും നമുക്ക് എന്ത് ചെയ്യാണ്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ 1.7 to 1.8 മില്യൺ സ്പീഷീസ് ആണ് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ളത് 1.25 മില്യൺ സ്പീഷീസ് ഓഫ് അനിമൽസും അതുപോലെ 0.5 മില്യൺ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സുമാണ്. അപ്പോൾ ടോട്ടൽ ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ടോട്ടൽ ലിവിങ് ഓർഗാനിസംസിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി സിസ്റ്റമാറ്റിക്സ് എന്ന ടേമാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഒരുപാട് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 1.7 മില്യൺ സ്പീഷീസ് അല്ലെങ്കിൽ 1.8 മില്യൺ സ്പീഷീസ് ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ നമുക്ക് പഠിക്കാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് സയൻറ്റിഫിക് ആയിട്ട് അവരെ പഠിക്കാൻ വേണ്ടി അവരെ ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല ഗ്രൂപ്പുകളിലാക്കിയിട്ടിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ ക്യാരക്ടർ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ക്യാരക്ടർ പഠിച്ചാൽ തന്നെ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഓർഗാനിസംസിൻ്റെയും ക്യാരക്ടേഴ്സ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ രൂപത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തത് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഓർഗാനിസംസിനെ കണ്ടെത്തുകയാണെങ്കിൽ ആ ഓർഗാനിസംസിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും, എന്തൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് പിന്നെ വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അതായത് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് നമ്മൾ നിലവിലുള്ള ഏത് ഓർഗാനിസംസിൻ്റെ ഏത് ക്യാരക്ടറുമായിട്ടാണോ മാച്ച് ചെയ്യുന്നത് എന്ന് നോക്കും. എന്നിട്ട് ഇത് ഏകദേശം ഏത് ലെവലിലാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഓർഗാനിസംസുമായിട്ടാണ് ഇതിന് കൂടുതൽ സാമ്യമുള്ളത് എന്നൊക്കെ കണ്ടെത്തിയിട്ട് ആ ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ് ആണ് അല്ലേ. ഓർഗാനിസംസിനെ അവയുടെ സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിനെ, വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നെയിം ചെയ്യലാണ് അല്ലേ.
ഒരു ഓർഗാനിസത്തെ നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തുമ്പോൾ അതിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ ശേഷം ക്ലാസിഫൈ ചെയ്തു, ദെൻ നമ്മൾ അതിനൊരു നെയിം കൊടുക്കും. സയൻറ്റിഫിക് നെയിംസ് ആണ് കൊടുക്കുക. അതിനാണ് നമ്മൾ നോമൻ ക്ലേച്ചർ എന്ന് പറയുക. അപ്പോൾ ഇതിനൊക്കെ കൂടി ഉൾക്കൊള്ളുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ടാക്സോണമി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ടാക്സോണമിയും സിസ്റ്റമാറ്റിക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക്സ് ആകുമ്പം അതിൽ ഫൈലോജനി കൂടി ഉൾപ്പെടുന്നുണ്ട്. ഫൈലോജനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈലോജനി എന്ന് പറയുമ്പം എവല്യൂഷണറി ഹിസ്റ്ററിനെയാണ് നമ്മൾ ഫൈലോജനി എന്ന് പറയാം. എവല്യൂഷണറി ഹിസ്റ്ററി, അതായത് നമ്മൾ ആദ്യകാലത്തൊക്കെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്ന സമയത്ത് നമ്മൾ അവരുടെ മോർഫോളജിയോ അല്ലെങ്കിൽ മറ്റു ഫീച്ചേഴ്സൊക്കെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ. മോർഫോളജി നോക്കിയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? പ്ലാന്റിൻ്റെ കളറ്, അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഹെയ്റ്റ്, അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ക്യാരക്ടേഴ്സ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഇത് മാത്രം നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു ശാസ്ത്രശാഖയെ നമ്മൾ ടാക്സോണമി എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ അതിലേക്ക് ഫൈലോജനിയെ കൂടി ഉൾപ്പെടുത്തി. അതായത് രണ്ട് ഓർഗാനിസംസ് തമ്മിൽ അവരുടെ എവല്യൂഷണറി ഹിസ്റ്ററിയിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ആണുള്ളത്, അവരെങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, അവരുടെ കോമൺ ആൻസെസ്റ്റർ ആരാണ്, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് ഉൾപ്പെടുത്തിയപ്പോഴാണ് അതൊന്നുകൂടി സയൻറ്റിഫിക്കായി വന്നത്. അങ്ങനെ ഫൈലോജനിയെ കൂടി ഉൾപ്പെടുന്ന ഈ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സോണമി ആകുമ്പോൾ അതിൽ എന്തില്ല? ഫൈലോജനിയിൽ വരുന്നില്ല. സിസ്റ്റമാറ്റിക്സ് ആകുമ്പം ക്ലാസിഫിക്കേഷൻ്റെ കൂടെ എന്തുകൂടെ വരുന്നുണ്ട്? ഫൈലോജനിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തിട്ടുള്ളത് ലിനേഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ലിനേഴ്സ് ഇല്ലാതെ സിസ്റ്റമാറ്റിക്സ് ഇല്ല എന്ന് നമുക്ക് പറയാം അല്ലേ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ലിനേഴ്സ് എന്ന് പറയുന്നത്. കരോളസ് ലിനേഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് സിസ്റ്റമാറ്റിക്സിലേക്ക് വരുമ്പോൾ, ലിനേഴ്സ് തന്നെയാണ് ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത്. ആദ്യകാലത്ത് ഈ ഒരു ബ്രാഞ്ചിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് കരോളസ് ലിനേഴ്സ്. അദ്ദേഹത്തിൻ്റെ ബുക്സാണ് നമുക്ക് ആദ്യകാലത്തൊക്കെ ക്ലാസിഫിക്കേഷന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ട് നിന്നിരുന്നത്. അപ്പോൾ അതാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി കരോളസ് ലിനേഴ്സിൻ്റെ മറ്റു കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ദ ടേംസ് മോണോകോട്ടിലിഡൻസ് ആൻഡ് ഡൈകോട്ടിലിഡൻസ് വെർ ആൾസോ കോയിൻഡ് ബൈ ഹിം. കരോളസ് ലിനേഴ്സ് തന്നെയാണ് മോണോകോട്ടിലിഡൻ എന്നുള്ള ടേമും ഡൈകോട്ടിലിഡൻ എന്നുള്ള ടേമും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കേഷനാണ് സിസ്റ്റമ നേച്ചർ എന്ന് പറയുന്നത്. അതിൽ 4326 സ്പീഷീസ് ഓഫ് അനിമൽസിന് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇയാളാണ് ഫാദർ ഓഫ് ടാക്സോണമി എന്ന പേരിൽ അറിയപ്പെടുന്നത്, കരോളസ് ലിനേഴ്സ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്കാണ് സ്പീഷീസ് പ്ലാന്റാരം അല്ലേ? 1853 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടെയ്ൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് 5900 species of plants and these were arranged according to his system of classification based on sexual character. ഈ സെക്ഷൽ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു സ്പീഷീസ് പ്ലാന്റാരം എന്ന് പറയുന്ന ഈ ബുക്കിൽ അദ്ദേഹം 5900 അല്ലേ 5900 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിന് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്താണ് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻ ക്ലേച്ചർ എന്ന് പറയുന്ന ഓർഗാനിസംസിനെ നെയിം ചെയ്യുന്ന ഒരു സിസ്റ്റവും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ലിനേഴ്സ് തന്നെയാണ്. ഇത്തരം ഒറ്റപ്പെട്ട ഡാറ്റാസ് സാധാരണ എക്സാമുകളിൽ പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഡാറ്റാസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫാദർ ഓഫ് ടാക്സോണമിയാണ് ലിനേഴ്സ്, സിസ്റ്റമ നേച്ചർ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനാണ്, സ്പീഷീസ് പ്ലാന്റാരം അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനാണ്, അതുപോലെ തന്നെ മോണോകോട്ടിലിഡൻസ് ഡൈകോട്ടിലിഡൻസ് എന്നുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്സ് എന്നുള്ള ടേമും ലിനേഴ്സിൻ്റെതാണ് അല്ലേ. ഇനി ടാക്സോണമിയിൽ നമ്മൾ പറഞ്ഞു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ നോമൻ ക്ലേച്ചർ ഉണ്ട് അല്ലേ. ഒന്നാമത്തെ സ്റ്റെപ്സ് ആണ് ക്യാരക്ടറൈസേഷനും അതുപോലെ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ അല്ലേ. ടു ഐഡൻറ്റിഫൈ ആൻഡ് ക്യാരക്ടറൈസ് ആൻ അൺനോൺ ഓർഗാനിസം ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് നോൺ ഓർഗാനിസം. നമ്മളൊരു പുതിയ ഓർഗാനിസത്തിനെ കണ്ടെത്തിയാൽ അതിനെ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഓർഗാനിസവുമായിട്ട് ആദ്യം കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ ഡിസിമിലാരിറ്റി ഉണ്ടോ, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ഏത് ഗ്രൂപ്പിലാണ് പെടുത്താൻ പറ്റുക എന്നൊക്കെയാണ് നമ്മൾ നോക്കുക അല്ലേ. ഇതാണ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. നമുക്ക് ഒരുപാട് ടാക്സോണമിക്കൽ എയ്ഡ്സ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഐഡൻറ്റിഫിക്കേഷനും അതുപോലെ ക്യാരക്ടറൈസേഷനും. അടുത്ത സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ അല്ലേ. അതായത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു 1.7 മില്യൺ അല്ലെങ്കിൽ 1.8 മില്യൺ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. ഇവരൊക്കെ നമുക്ക് ഒറ്റക്കൊറ്റക്ക് പഠിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ അവരെ ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുക. ഈ ഗ്രൂപ്പിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ക്യാരക്ടറൈസ് ചെയ്തു, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ക്ലാസിഫൈ ചെയ്യണം.
അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് ഇൻറ്റു ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദർ അഫിനിറ്റീസ് ഓർ റിലേഷൻഷിപ്പ്. നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താ നോക്കുക, ഇപ്പോൾ ഓൾറെഡി ഉള്ള കുറച്ച് ഓർഗാനിസംസ് ഉണ്ടാവും അല്ലേ, അപ്പോൾ അവരെ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കും. എന്നിട്ട് നമ്മൾ പുതിയതായി കണ്ടെത്തിയിട്ടുള്ള ഈ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടർ ഏത് ഗ്രൂപ്പുമായിട്ടാണ് കൂടുതലായിട്ട് സാമ്യം പുലർത്തുന്നത്, അല്ലെങ്കിൽ സിമിലാരിറ്റി കാണിക്കുന്നത് ആരുമായിട്ടാണെന്ന് നോക്കിയിട്ട് ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇവരെ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതോടനുബന്ധിച്ചുള്ള ഗ്രൂപ്പുകളിലേക്ക് ഉൾപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നെയിമിംഗ് ആണ് അല്ലേ. നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെന്ത് ചെയ്യണം, നെയിം ചെയ്യണം അല്ലേ. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഓർഗാനിസത്തെ നെയിം ചെയ്യണം, അതിന് പേര് കൊടുക്കണം. പേര് സാധാരണയായിട്ട് 2 രൂപത്തിലുള്ള പേരുകളാണുള്ളത്. ഒന്ന് കോമൺ നെയിംസ് എന്നാണ് അറിയപ്പെടുന്നത്, മറ്റേത് സയൻറ്റിഫിക് നെയിംസ് ആണ്. കോമൺ നെയിംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഓർഗാനിസംസിന്, ലിവിങ് ഓർഗാനിസംസിന്, അത് പ്ലാന്റ് ആവട്ടെ ആനിമൽ ആവട്ടെ, നമ്മളെ ലോക്കാലിറ്റിയിൽ ഒരു പേരുണ്ടാവും അതിന്. ആ പേരിനെ നമ്മൾ കോമൺ നെയിം എന്ന് പറയാം. അതായത് അത് ലാംഗ്വേജിനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഏരിയാസിൽ അല്ലേ, ഇപ്പോൾ ഇവിടെയുള്ള ഞാൻ താമസിക്കുന്ന ഏരിയയിലുള്ള നെയിം ആവില്ല വേറൊരു ഏരിയയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ ഏരിയയിലും വ്യത്യസ്തമായിട്ടുള്ള നെയിംസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇങ്ങനെ കോമൺ നെയിംസ് പല സ്ഥലത്തും പലതായിരിക്കും, പല ലാംഗ്വേജിലും പലതായിരിക്കും. രണ്ടാമത്തതാണ് സയൻറ്റിഫിക് നെയിംസ്. സയൻറ്റിഫിക് നെയിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് അതിന് കൊടുക്കുന്ന പേരുകളാണ്. അതായത് അത് ലോകത്തിലുടനീളം ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ, ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നെയിംസ് ആണ് സയൻറ്റിഫിക് നെയിംസ്. സയൻറ്റിഫിക് നെയിംസിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് എങ്ങനെയാണ് സയൻറ്റിഫിക് നെയിം ചെയ്യുക, അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെ ആയിരിക്കണം എന്നൊക്കെയുള്ള കുറച്ച് റൂൾസ് അതിൻ്റെ അതോറിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണാം അല്ലേ. കോമൺ നെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ നെയിംസ് ആർ ലോക്കൽ നെയിംസ് ഗിവൺ ടു അനിമൽസ്, പ്ലാന്റ്സ് ഇൻ എ പർട്ടിക്കുലർ ലാംഗ്വേജ് ഓർ റീജിയൻ അല്ലേ. ഒരു ലാംഗ്വേജിൽ, പർട്ടിക്കുലർ ലാംഗ്വേജിൽ അല്ലെങ്കിൽ റീജിയനിലുള്ള ആളുകൾ അവിടുത്തെ ഓർഗാനിസംസിന് കൊടുക്കുന്ന നെയിംസ് ആണ് കോമൺ നെയിംസ് എന്ന് പറയുന്നത്. ദേ ആർ യൂഷ്വലി യൂണിനോമിയൽ, അതായത് ഒറ്റ വേർഡ് ഉണ്ടാവുള്ളൂ അല്ലേ. ഒറ്റ വേർഡുള്ള നെയിംസിനാണ്, വൺ വേർഡ് നെയിംസിനാണ് നമ്മൾ എന്ത് പറയുക, യൂണിനോമിയൽ എന്ന് പറയാം അല്ലേ. സിമ്പിൾ ആയിരിക്കും, ഈസി ടു ബി പ്രൊനൗൺസ്ഡ് ആയിരിക്കും, ആൻഡ് റിമെമ്പേർഡ്, ഓർത്ത് വെക്കാനും പറയാനും ഒക്കെ വളരെ എളുപ്പമുള്ള നെയിംസ് ആയിരിക്കും ഈ കോമൺ നെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കോമൺ നെയിംസ് അല്ലേ. ഇനി ഇങ്ങനെയൊക്കെ എളുപ്പമായിട്ടും, അതായത് പറയാനും എഴുതാനും അതുപോലെ തന്നെ ഓർത്ത് വെക്കാനൊക്കെ എളുപ്പമായിട്ടും പിന്നെ നമ്മൾ എന്തിനാണ് സയൻറ്റിഫിക് നെയിംസിൻ്റെ പിന്നാലെ പോകുന്നത്? ഈ കോമൺ നെയിംസിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? ഒന്നാമത്തത്, കോമൺ നെയിംസ് ഡിഫർ ഫ്രം റീജിയൻ ടു റീജിയൻ ആൻഡ് ലാംഗ്വേജ് ടു ലാംഗ്വേജ്. അതായത് ഒരു സ്ഥലത്തുള്ള കോമൺ നെയിം ആയിരിക്കില്ല അപ്പുറത്തുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെയിംസ് ആയിരിക്കില്ല അവർ ഉപയോഗിക്കുന്നത്. അപ്പം അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവിടെ പ്രോബ്ലം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ലാംഗ്വേജ് ടു ലാംഗ്വേജ്, ഇംഗ്ലീഷിൽ ഉള്ള പേരല്ല മലയാളത്തിൽ ഉണ്ടാവുക, അതുപോലെ അറബിയിൽ ഉണ്ടാവുക അല്ലേ. ലാംഗ്വേജ് മാറുന്നതിനനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, നെയിംസ് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരേ ഓർഗാനിസത്തിന് തന്നെ ഒരുപാട് നെയിംസ് ഉണ്ടാവും, ഒരുപാട് റീജിയനിലും ഒരുപാട് ലാംഗ്വേജിലും ഒരുപാട് നെയിംസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ഓർത്ത് വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡീമെറിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അൻ ഓർഗാനിസം മേ ഹാവ് സെവറൽ നെയിംസ് ഇൻ എ ഗിവൺ ലാംഗ്വേജ്. അതുപോലെ ഒരു ലാംഗ്വേജിൽ തന്നെ ഒരു ഓർഗാനിസത്തിന് എന്തുണ്ടാവും, ഒരുപാട് നെയിംസ് ഉണ്ടാവും. ഇപ്പം മലയാളത്തിൽ തന്നെ നമ്മൾ വ്യത്യസ്ത ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരു ഓർഗാനിസത്തിനെ തന്നെ പല പേരുകളിലായിരിക്കും വിളിക്കുക അല്ലേ. അപ്പോൾ ഒരു ലാംഗ്വേജിൽ തന്നെ പല പേരുകളുണ്ടാവും. അതുപോലെ എ കോമൺ നെയിം മേ ഹാവ് ഡിഫറെൻറ്റ് മീനിങ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. ഇതും വലിയൊരു പ്രശ്നമാണ് അല്ലേ. അതായത് നമ്മൾ ഇവിടെ ഒരു ഓർഗാനിസത്തിന് ഉപയോഗിക്കുന്ന ഒരു പേരുണ്ടാവും, ആ പേര് നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോകുമ്പം അതേ പേരിൽ വേറൊരു ഓർഗാനിസം ആയിരിക്കും അറിയപ്പെടുക. അപ്പോൾ അതും ഒരു പ്രോബ്ലം ആണ് അല്ലേ. പിന്നെന്താണ്, എ റോങ് കോമൺ നെയിം കനോട്ട് ബി ഈസിലി കറക്റ്റഡ്. അതായത് കോമൺ നെയിം കറക്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, കാരണം അത് അതവിടുത്തെ പ്രാദേശിക ഭാഷയായി മാറിയിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാനും നമുക്കത്ര എളുപ്പമല്ല, കാരണം അതിനൊരു അതോറിറ്റി ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത്രയും ഡീമെറിറ്റ്സ് ആണ് കോമൺ നെയിംസിന് ഉള്ളത്. ഇനി ഇതിനെ മറികടക്കാനാണ് നമ്മൾ സയൻറ്റിഫിക് നെയിംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് അല്ലേ. സയൻറ്റിഫിക് നെയിംസ് നമ്മൾ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, സയൻറ്റിഫിക് നെയിംസ് പറയാനും ഓർത്ത് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സയൻറ്റിഫിക് നെയിംസിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലേ. ഇത്രയും ഡീമെറിറ്റ്സ് ആണ് കോമൺ നെയിംസിന് ഉള്ളത്. ഇനി സയൻറ്റിഫിക് നോമൻക്ലേച്ചർ. ഈച്ച് കൈൻഡ് ഓഫ് ഓർഗാനിസം റെപ്രസെൻറ്റിങ് എ സ്പീഷീസ് ഈസ് ഗിവൺ എ ഡിഫറെൻറ്റ് നെയിം ടു ഡിസ്റ്റിങ്ക്വിഷ് ഇറ്റ് ഫ്രം ദി അതർ. നമ്മളൊരു പുതിയ ഓർഗാനിസത്തെ കണ്ടെത്തുമ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും, ഒരു പുതിയ സയൻറ്റിഫിക് നെയിം കൊടുക്കും, ബാക്കിയുള്ള ഓർഗാനിസത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്. അത് അതിന് യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിം ആയിരിക്കും അല്ലേ.
ആ പേര് മറ്റൊരു ഓർഗാനിസത്തിനും സയൻറ്റിഫിക് നെയിമായിട്ട് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ, യുണീക്ക് ആയിരിക്കും. വൺ ഹാസ് ടു എൻഷുർ ദാറ്റ് സച്ച് എ നെയിം ഹാസ് നോട്ട് ബീൻ യൂസ്ഡ് ഏർലിയർ ഫോർ എനി അതർ ഓർഗാനിസം. അങ്ങനെ പേര് കൊടുക്കുമ്പം ഈ പേര് സയൻറ്റിഫിക് നെയിമായിട്ട് വേറൊരു ഓർഗാനിസത്തിനും യൂസ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനത്തെ ഒരു പേരാണ് നമ്മൾ കൊടുക്കുക അല്ലേ. ഇനി ഈ സയൻറ്റിഫിക് നെയിമിങ്ങിൽ തന്നെ 3 സിസ്റ്റംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പോളിനോമിയൽ നോമൻക്ലേച്ചർ, അതുപോലെ ട്രൈനോമിയൽ നോമൻക്ലേച്ചർ, ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. പോളിനോമിയൽ എന്ന് പറയുമ്പം ഒരുപാട് വേർഡ്സ് ഉള്ള പേരുകൾ അല്ലേ, ഒരുപാട് വേർഡ്സ് ഉള്ള പേരുകളെയാണ് നമ്മൾ പോളിനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുക. ട്രൈനോമിയൽ എന്ന് പറയുമ്പോൾ 3 നെയിംസ് ആണ് ഉണ്ടാവുക, 3 വേർഡ്സ് ആണ് ഉണ്ടാവുക. ബൈനോമിയൽ എന്ന് പറയുമ്പം 2 വേർഡ്സ് ആണ് ഉണ്ടാവുക. ഇനി ഈ പോളിനോമിയൽ ആയിരുന്നു ആദ്യകാലത്ത് യൂസ് ചെയ്തിരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ഓർഗാനിസത്തെ നെയിം ചെയ്യുകയാണെങ്കിൽ ആ ഓർഗാനിസത്തിൻ്റെ എല്ലാ ക്യാരക്ടറും അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാരിയോഫില്ലം സാക്സാറ്റിലിസ് ഫോളിസ് ഗ്രാമിനിയസ് അംബെല്ലേറ്റസ് കോറിംബിസ്, ഇതൊരു ഓർഗാനിസത്തിൻ്റെ പേരാണ് അല്ലേ. എത്ര ലെങ്തി ആയിട്ടുള്ള ഒരു പേരാണ്, ഒരു പാരഗ്രാഫാണ് അല്ലേ, ഒരു പേര് ഒരു പാരഗ്രാഫാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും, അതായത് കാരിയോഫില്ലം എന്ന് പറയുന്ന ഈ പ്ലാന്റിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പേരാണത്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു പേര് വന്നത്. കാരിയോഫില്ലം ഗ്രോയിങ് ഓൺ റോക്സ്, അതായത് പാറകളിൽ വളരുന്ന, ഹാവിങ് ഗ്രാസ് ലൈക്ക് ലീവ്സ് ഉള്ള, അംബെല്ലേറ്റ് കോറിംബ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ആണ് ഇത് എന്നാണ് ഈ പേര് വിളിച്ചു പറയുന്നത്. അപ്പോൾ ക്യാരക്ടേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പേരുകളായിരുന്നു പോളിനോമിയൽ നോമൻക്ലേച്ചറിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് വേർഡ്സ് ഉൾക്കൊള്ളുന്ന ഇത്തരം പേരുകളാണ് പോളിനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ പോളിനോമിയൽ നെയിമിംഗ് എന്നൊക്കെ പറയുന്നത്. പിന്നീട് ട്രൈനോമിയൽ നോമൻക്ലേച്ചർ വന്നു. അതായത് 3 വേർഡ്സ് ആണ് ഉണ്ടാവുക. ഒരു പേരിൽ തന്നെ 3 വേർഡ് ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ വേർഡ് ജനറിക് നെയിം ആയിരിക്കും, ജീനസ് നെയിം ആയിരിക്കും. രണ്ടാമത്തേത് സ്പീഷീസ് നെയിം ആയിരിക്കും. മൂന്നാമത്തേത് സബ് സ്പീഷീസ് നെയിം ആയിരിക്കും. എക്സാമ്പിൾ ഹോമോ സാപ്പിയൻസ് അല്ലേ. ഹോമോ എന്ന് പറയുന്നത് ഇവിടെ ജീനസ് നെയിമാണ്, സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിമാണ്, സബ് സ്പെസിഫിക് നെയിമാണ് എന്ത്, സാപ്പിയൻസ് എന്നുള്ളത് അല്ലേ. ഇങ്ങനെ നെയിം ചെയ്യുന്നതിനാണ് നമ്മൾ ട്രൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതായത് 3 വേർഡ്സ് ആണ് ഇതിലുണ്ടാവുക അല്ലേ. അതേപോലെ കോർവസ്, ഇത് എന്താണ്, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ് അല്ലേ. അതുപോലെ ഇന്ത്യൻ ക്രോൻ്റെ പേരാണിത്, ഇന്ത്യൻ ക്രോ അല്ലേ. കോർവസ് സ്പ്ലെൻഡൻസ്. ഇനി ഇതെന്താണ്, ക്യാബേജ് ആണ് അല്ലേ, ബ്രാസിക്ക ഒലറേസിയ ക്യാപിറ്റേറ്റ. ഇത് ട്രൈനോമിയൽ നോമൻക്ലേച്ചർ പ്രകാരമുള്ള ക്യാബേജിൻ്റെ നെയിമാണ്. അപ്പോൾ ഇങ്ങനെ 3 വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ നെയിം ചെയ്യുന്നതിനാണ് ട്രൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള നെയിമിംഗ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ലിനേയസിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലേ. ബൈനോമിയൽ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് 2 നെയിമാണ് ഉണ്ടാവുക അല്ലേ. കരോളസ് ലിനേയസ് യൂസ് ദിസ് സിസ്റ്റം ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് പ്രപ്പോസ് സയൻറ്റിഫിക് നെയിംസ് ഓഫ് ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആദ്യമായിട്ട് ഇങ്ങനെ ബൈനോമിയൽ സിസ്റ്റം വെച്ചിട്ട് സയൻറ്റിഫിക് നെയിംസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കരോളസ് ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇവിടെ ഈച്ച് സയൻറ്റിഫിക് നെയിം ഹാസ് 2 കമ്പോണൻസ് അല്ലേ, 2 കമ്പോണൻസ് ആണുള്ളത്. ഒന്നാമത്തത് ജനറിക് നെയിമും അതുപോലെ രണ്ടാമത്തത് സ്പെസിഫിക് നെയിമും. എക്സാമ്പിളായിട്ട് സൊളാനം ട്യൂബറോസം എന്നുള്ളതിൽ സൊളാനം എന്നുള്ളത് എന്താണ്, ജീനസ് നെയിമാണ്. അതുപോലെ ട്യൂബറോസം എന്നുള്ളത് സ്പീഷീസ് നെയിമാണ്. ഇത് പൊട്ടാറ്റോൻ്റെ നെയിമാണ് അല്ലേ, പൊട്ടാറ്റോൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സൊളാനം ട്യൂബറോസം എന്നുള്ളത്. അതുപോലെ മാംഗോൻ്റെ സയൻറ്റിഫിക് നെയിമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളത്. ഇതിൽ മാഞ്ചിഫെറ എന്നുള്ളത് എന്താണ്, ജീനസ് നെയിമാണ്, ഇൻഡിക്ക എന്നുള്ളത് സ്പീഷീസ് നെയിമാണ്. ഇങ്ങനെ 2 വേർഡ് വെച്ചിട്ട് നമ്മൾ ഓർഗാനിസംസിനെ നെയിം ചെയ്യുന്നതിനാണ് നമ്മൾ ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആരാണ്, ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇനി ഈ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ, അതായത് നമ്മൾ 2 വേർഡ് വെച്ചിട്ട് ഇങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് ഓർഗാനിസംസിനെ നെയിം ചെയ്യുമ്പം അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മുടെ അതോറിറ്റി, സയൻറ്റിസ്റ്റിൻ്റെ അതോറിറ്റി അതിന് കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ട് അല്ലേ. ആ റൂൾസാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ നോമൻക്ലേച്ചർ എന്ന പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. ഒന്നാമത്തെ റൂള്, നെയിം ഓഫ് എനി സ്പീഷീസ് കണ്ടെയ്ൻസ് 2 നെയിംസ്, ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റിക്. അതാണ് ഒന്നാമത്തെ റൂള് അല്ലേ. അതായത് ഏത് നെയിമാണെങ്കിലും ആദ്യത്തെ ഒരു നെയിമും രണ്ടാമത്തെ ഒരു നെയിമും ഉണ്ടാവും. ഒന്നാമത്തെ നെയിം എന്ന് പറയുന്നത് എന്താണ്, ജനറിക് നെയിമാണ് അല്ലേ, ജനറിക് നെയിമാണ്. രണ്ടാമത്തെ നെയിം എന്താണ്, സ്പീഷീസ് നെയിമാണ് അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റാണ്.
ഇനി ഇൻ പ്ലാന്റ് നോമൻക്ലേച്ചർ ടോട്ടോണിംസ് ആർ നോട്ട് വാലിഡ്. ടോട്ടോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറിക് ആൻഡ് സ്പെസിഫിക് നെയിംസ് ഷുഡ് നോട്ട് ബി സെയിം ബട്ട് ദേ ആർ വാലിഡ് ഇൻ അനിമൽ നോമൻക്ലേച്ചർ. ടോട്ടോണിംസ് എന്ന് പറഞ്ഞാൽ ജനറിക് നെയിമും സ്പെസിഫിക് നെയിമും സെയിം ആയിട്ടുള്ള നെയിംസിനാണ് നമ്മൾ ടോട്ടോണിംസ് എന്ന് പറയുക. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അനിമൽ നോമൻക്ലേച്ചറിൽ ഇത് അലൗഡ് ആണ്. പക്ഷെ പ്ലാന്റിന്റെ കേസിൽ ICBN എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്. അതായത് പ്ലാന്റ്സിനെ നെയിം ചെയ്യാനുള്ള അതോറിറ്റിയാണ്. അപ്പോൾ പ്ലാന്റ്സിന്റെ നോമൻക്ലേച്ചറിൽ മാത്രമാണ് എന്ത് ടോട്ടോണിംസ് നോട്ട് അലൗഡ് ആയിട്ടുള്ളത്. ടോട്ടോണിംസ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളത് എവിടെയാണ്? ICBN പ്രകാരമാണ് അല്ലേ. അതായത് പ്ലാന്റ്സിന്റെ നോമൻക്ലേച്ചറിലാണ്. അനിമൽസിന്റെ കേസിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഇവിടെ നാജ എന്നുള്ളതിൽ ഈ ജനറിക് നെയിമും അതുപോലെ സ്പെസിഫിക് നെയിമും ഈക്വൽ ആണ് അല്ലേ, സെയിം ആണ്. റാറ്റസ് എന്നുള്ളതിൽ റാറ്റിന്റെ സയന്റിഫിക് നെയിം ആയിട്ടുള്ള റാറ്റസ് എന്നുള്ളതിലും ജനറിക് നെയിമും സ്പെസിഫിക് നെയിമും സെയിം ആണ് അല്ലേ. പക്ഷെ അതെന്ത് ചെയ്യാം? നമുക്ക് ICZN യൂസ് ചെയ്യാം. അതായത് ICZN എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ് അല്ലേ. സുവോളജിക്കൽ നോമൻക്ലേച്ചർ അതായത് അനിമൽസിനെ നെയിം ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ICZN എന്ന് പറയുന്നത്. ICZN പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാം. ICBN അതായത് പ്ലാന്റ്സിന്റെ നെയിമിങ്ങിൽ ഇതെന്താണ്? പ്രൊഹിബിറ്റഡ് ആണ്. അപ്പം പ്ലാന്റ്സിന്റെ നെയിം ആണെങ്കിൽ ടോട്ടോണിംസ് ആർ നോട്ട് അലൗഡ് അല്ലേ. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ജനറിക് നെയിം ഓർ സ്പെസിഫിക് നെയിം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 3 ലെറ്റേഴ്സ് ആൻഡ് നോട്ട് മോർ ദാൻ 12 ലെറ്റേഴ്സ് അല്ലേ. 3 to 12 ആണ്. അതായത് 12നേക്കാൾ കൂടാനും പാടില്ല, 3നേക്കാൾ കുറയാനും പാടില്ല എന്നതാണ് അടുത്ത റൂൾ. ജീനസ് നെയിം ആവട്ടെ സ്പീഷീസ് നെയിം ആവട്ടെ 3ന്റെയും 12ന്റെയും ഇടയിലുള്ള ക്യാരക്ടേഴ്സ് ആണ്, അത്രയും ലെറ്റേഴ്സ് ആണ് അതിൽ ഉണ്ടായിരിക്കേണ്ടത്. ഫസ്റ്റ് ലെറ്റർ ഓഫ് ജനറിക് നെയിം ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ഫസ്റ്റ് ലെറ്റർ ഓഫ് സ്പെസിഫിക് നെയിം ഷുഡ് ബി ഇൻ സ്മോൾ ലെറ്റർ. എക്സാമ്പിൾ നമ്മൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് എഴുതുമ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക അല്ലേ എന്ന് എഴുതുമ്പോൾ ഇവിടെ സ്പീഷീസ് നെയിം സ്മോൾ ലെറ്റർ ആവണം. അതുപോലെ തന്നെ ജനറിക് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താകണം? ക്യാപിറ്റൽ ലെറ്റർ ആവണം. സ്പീഷീസ് നെയിമിൻ്റെ അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററും ജനറിക് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററുമായിരിക്കണം. ഇനി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് വെൻ ടൈപ്ഡ് ഓർ റിട്ടൺ വിത്ത് ഫ്രീ ഹാൻഡ് ആൻഡ് ഷുഡ് ബി ഇൻ ഇറ്റാലിക്സ് വെൻ പ്രിന്റഡ്. ടൈപ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പം എഴുതുമ്പം ഇങ്ങനെ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം അല്ലേ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിലാണ് നമ്മളത് പ്രിന്റ് ചെയ്യേണ്ടത്. ഇതും ഈ പേര് വെക്കലുമായിട്ട് ഇതും ബൈനോമിയൽ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. സെപ്പറേറ്റ്ലി അണ്ടർലൈൻ എന്ന് പറയുമ്പം ഇവിടെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം അല്ലേ. മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് എഴുതിയിട്ട് മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് എഴുതിയിട്ട് ഒറ്റ അണ്ടർലൈൻ പോരാ എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇറ്റാലിക്സിൽ തന്നെ പ്രിന്റ് ചെയ്യണം. ഇനി നെയിം ഓഫ് സയൻറ്റിസ്റ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഷോർട്ട് ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള സയൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരുണ്ടെങ്കിൽ ആ പേര് നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫിക് എപ്പിത്തറ്റിന് ശേഷം ചുരുക്കി എഴുതണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന ഈ സയൻറ്റിഫിക് നെയിമിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തും? ലിനേസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ലിൻ എന്ന് ചുരുക്കി എഴുതും. ഇങ്ങനെ നമ്മൾ സയൻറ്റിസ്റ്റിൻ്റെ നെയിം ഈ സ്പെസിഫിക് എപ്പിത്തറ്റിൻ്റെ ശേഷം ചുരുക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇതാണ് അടുത്ത റൂൾ അല്ലേ. പിന്നെന്താണ്? നെയിം ഓഫ് സയൻറ്റിസ്റ്റ് ഷുഡ് ബി നെയ്തർ അണ്ടർലൈൻഡ് നോർ ഇൻ ഇറ്റാലിക്സ് ബട്ട് റിട്ടൺ ഇൻ റോമൻ ലെറ്റേഴ്സ്. സാധാരണ ആൽഫബറ്റിലാണ് എഴുതേണ്ടത്. ലിനേസ് എന്ന് എഴുതേണ്ടത് എന്താണ്? സാധാരണ ആൽഫബറ്റിലാണ് അല്ലേ. ഇത് നമ്മൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളത് എന്ത് ചെയ്യണം? അത് രണ്ടും അണ്ടർലൈൻ ചെയ്യണം. ലിനേസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിലാക്കേണ്ടതില്ല. അത് നമ്മൾ റോമൻ ലെറ്റേഴ്സിൽ അതായത് സാധാരണ ആൽഫബറ്റ് ഉപയോഗിച്ചിട്ട് എഴുതിയാൽ മതി അല്ലേ. സയൻറ്റിഫിക് നെയിംസ് ഷുഡ് ബി ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ഓർ ഗ്രീക്ക് ലാംഗ്വേജസ്. സയൻറ്റിഫിക് നെയിംസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നോ ഒക്കെ ആയിരിക്കണം. ഇങ്ങനെ പറയാൻ കാരണം ഈ ലാറ്റിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഗ്രീക്ക് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് ഡെഡ് ലാംഗ്വേജസ് ആണ്. അവർ ഇനി ഇവോൾവ് ചെയ്യില്ല അല്ലേ. ഇപ്പോൾ ഉള്ള വേർഡ്സ് അതിലുണ്ടാവുള്ളൂ, ഇനി എന്ത് ചെയ്യില്ല, അത് മാറൂല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓർഗാനിസത്തിനെ നെയിം ചെയ്യുകയാണെങ്കിൽ ആ വേർഡ് മാറാനുള്ള സാധ്യത അവിടെ ഇല്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അതായത് ഡെഡ് ലാംഗ്വേജസ് ആയിട്ടുള്ള ലാറ്റിൻ ഓർ ഗ്രീക്ക് ലാംഗ്വേജിലാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഇത്രയുമാണ് നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട റൂൾസ്, ബൈനോമിയൽ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട റൂൾസ്. അപ്പോൾ എന്താണ്, 2 വേർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ജനറിക് നെയിം ഉണ്ടാവും, അതുപോലെ സ്പെസിഫിക് നെയിം ഉണ്ടാവും.
ജനറിക് നെയിമാണ് ആദ്യത്തിൽ എഴുതുക, സ്പെസിഫിക് നെയിം രണ്ടാമതായിട്ടാണ് എഴുതുക അല്ലേ. ജനറിക് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, അതുപോലെ സ്പെസിഫിക് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററും ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം, പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിലായിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ലെറ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ജനറിക് നെയിമിലും അതുപോലെ സ്പെസിഫിക് നെയിമിലും 3 to 12 ആയിരിക്കണം. 3യേക്കാൾ കുറയാനും പാടില്ല, 12നേക്കാൾ കൂടാനും പാടില്ല. പിന്നീട് നമ്മൾ സയൻറ്റിസ്റ്റിൻ്റെ നെയിംസ് അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് സ്പെസിഫിക് നെയിമിൻ്റെ ശേഷം ചുരുക്കിയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അല്ലേ. അത് ഇറ്റാലിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെന്താണ്, ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണെങ്കിൽ, അതായത് പ്ലാന്റ്സിൻ്റെ നെയിമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ടോട്ടോണിംസ് അലൗഡ് അല്ല. ടോട്ടോണിംസ് എന്ന് പറയുമ്പോൾ ജനറിക് നെയിമും സ്പെസിഫിക് നെയിമും സെയിം ആയിട്ടുള്ള നെയിംസിനെയാണ് നമ്മൾ ടോട്ടോണിംസ് എന്ന് പറയുന്നത്. എന്നാൽ സുവോളജിക്കൽ നെയിമിങ്ങിലാണെങ്കിൽ, അനിമൽസിൻ്റെ കേസിലാണെങ്കിൽ അത് അലൗഡ് ആണ് അല്ലേ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നെയിം റൂൾസ്. അതുപോലെ തന്നെ ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നോ, അതായത് ഡെഡ് ലാംഗ്വേജസിൽ നിന്നായിരിക്കണം അവർ ഡിറൈവ് ചെയ്യപ്പെടേണ്ടത് അല്ലേ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബൈനോമിയൽ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട റൂൾസ്. ഇനി ഈ നെയിമിങ്ങുമായി ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലേ. സെലക്ട് ദ കറക്റ്റ്ലി റിട്ടൺ സയൻറ്റിഫിക് നെയിം ഓഫ് മാംഗോ വിച്ച് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ കരോളസ് ലിനേയസ്. ഏതാണ് ശരിയായിട്ടുള്ള നെയിം എന്നാണ്. മാഞ്ചിഫറ ഇൻഡിക്ക ഉണ്ട്, മാഞ്ചിഫറ ഇൻഡിക്ക കരോളസ് ലിനേയസ് ഉണ്ട്, മാഞ്ചിഫറ ഇൻഡിക്ക ലിനേയസ് ഉണ്ട്, മാഞ്ചിഫറ ഇൻഡിക്ക എന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ റൂൾസ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മോർ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇവിടെ ജനറിക് നെയിമിനെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണുള്ളത് അല്ലേ. അതുപോലെ സ്പെസിഫിക് നെയിംസിന് സ്മോൾ ലെറ്റർ ആണുള്ളത് അല്ലേ. എന്നാൽ ഫസ്റ്റത്തതിൽ ക്യാപിറ്റൽ ലെറ്റർ ആണുള്ളത്. അപ്പോൾ ഡൗട്ടായി അല്ലേ. പിന്നെ കരോളസ് ലിനേയസിൻ്റെ 2 വേർഡ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ചുരുക്കി യൂസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. സി ഓപ്ഷനാണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോമൻക്ലേച്ചർ ഇസ് ഗവേൺഡ് ബൈ സർട്ടൺ യൂണിവേഴ്സൽ റൂൾസ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് കോൺട്രറി ടു ദി റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ. അതായത് ഏതാണ് നോമൻക്ലേച്ചറിൻ്റെ റൂൾസുമായിട്ട് പൊരുത്തപ്പെടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. നെയിംസ് ആർ റിട്ടൺ ഇൻ ലാറ്റിൻ ആൻഡ് ആർ ഇറ്റാലിസൈസ്ഡ് അല്ലേ. ഇറ്റാലിക്സിലായിരിക്കണം, ലാറ്റിനിലായിരിക്കണം എഴുതേണ്ടത്. കറക്റ്റാണ് അല്ലേ. വെൻ റിട്ടൺ ബൈ ഹാൻഡ് ദ നെയിംസ് ആർ ടു ബി അണ്ടർലൈൻഡ്, അതായത് അണ്ടർലൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അതും റെഡിയാണ്. ബയോളജിക്കൽ നെയിംസ് ക്യാൻ ബി റിട്ടൺ ഇൻ എനി ലാംഗ്വേജ്. അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കോൺട്രഡിക്ഷൻ നടത്തുന്നുണ്ട് അല്ലേ. അതായത് അവിടെ നമ്മൾ പറഞ്ഞത് ലാറ്റിൻ ആവണമെന്നാണ് അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഏത് ലാംഗ്വേജിലും ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് അല്ലേ. പിന്നെ അടുത്ത എന്താണ്, ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ്സ് ദ ജീനസ് നെയിം ഓക്കെ ആൻഡ് ദ സെക്കൻഡ് ഈസ് എ സ്പെസിഫിക് എപ്പിതെറ്റ് അല്ലേ. കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ബയോളജിക്കൽ നെയിംസ് കനോട്ട് ബി റിട്ടൺ ഇൻ എനി ലാംഗ്വേജ് ആണ് അല്ലേ. അത് ഏതിലായിരിക്കണം, ലാറ്റിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഡെഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ലാറ്റിൻ ലാംഗ്വേജിലായിരിക്കണം അല്ലേ. ഇത് നീറ്റ് ഫേസ് 1 2016 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ നടത്തുമ്പം നമ്മൾ ഒരുപാട് ഗ്രൂപ്പ്സ് ആയിട്ട് ഓർഗാനിസംസിനെ തരംതിരിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മൾ തരംതിരിക്കുമ്പം ഇത് നമ്മൾ ഒരുപാട് സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഇതിലുള്ള കുറച്ച് ടേംസാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യത്തെ ടേമാണ് ടാക്സോണമിക് ഹയറാർക്കി അല്ലേ. എന്താണ് ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഫ്രെയിംവർക്ക് ബൈ വിച്ച് ടാക്സോണമിക് ഗ്രൂപ്പ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഡെഫിനിറ്റ് ഓർഡർ ഫ്രം ഹയർ ടു ലോവർ കാറ്റഗറീസ്. അതിനാണ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയാം. ഞാനിത് സിമ്പിളായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് നമ്മളിപ്പം ഒരുപാട് ഓർഗാനിസംസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്ലാനറ്റിലുള്ള എല്ലാ ഓർഗാനിസംസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഗ്രൂപ്പിംഗ് നടത്തുകയാണ്. അതായത് നമ്മളെ കയ്യിൽ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. ഈ പ്ലാനറ്റിലുള്ള സർവ്വ ഓർഗാനിസംസ് ഉണ്ട്. അവരെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ, ഞാൻ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റെപ്പുള്ള പ്രോസസ്സാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ അവരെ പ്രധാനമായിട്ടും 5 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുകയാണ്. അതായത് അനിമൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, സിമിലാരിറ്റീസ് നോക്കിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഏകദേശം ഒരേ സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള ഓർഗാനിസംസിനെ നോക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് നമ്മൾ പേരിട്ടു അനിമൽസ് അല്ലേ. പിന്നെ നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ഫംഗസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതുപോലെ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും നമ്മൾ ഉണ്ടാക്കി. ഇങ്ങനെ നമ്മൾ
ടോട്ടൽ ഓർഗാനിസംസിനെ അവയുടെ സിമിലാരിറ്റീസിൻ്റെ ബേസിസിൽ, സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയൊക്കെ ബേസിസിൽ 5 ഗ്രൂപ്പുകളാക്കിയിട്ട് തരംതിരിച്ചു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, അനിമൽസിൽ തന്നെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ അനിമൽസിനെ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ നടത്താം അല്ലേ. ഞാൻ എക്സാമ്പിളായിട്ട് കോഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും അതുപോലെ നോൺ കോഡേറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും ഉണ്ടാക്കി. നോൺ കോഡേറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇതൊക്കെ ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവരുടെ സിമിലാരിറ്റീസിനെയും ഡിസിമിലാരിറ്റീസിനെയും ബേസ് ചെയ്തിട്ടാണ്. ഒരേപോലെയുള്ള ഓർഗാനിസംസിനൊക്കെ ഒരു ഗ്രൂപ്പിലാണ് ഇടുക അല്ലേ. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതിനെ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഇനി എനിക്ക് എന്ത് ചെയ്യാം, കോഡേറ്റ്സിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം അല്ലേ. എൻ്റെ കയ്യിലുള്ള ക്ലാസിഫിക്കേഷൻ മെഷേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കോഡേറ്റ്സിനെ വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്താണ്. അതിൽ ഞാൻ അവരെ എക്സാമ്പിളായിട്ട് മാമൽസ് എന്നും റെപ്റ്റൈൽസ് എന്നും അതുപോലെ ആംഫിബിയൻസ് എന്നും ഒക്കെ ക്ലാസിഫൈ ചെയ്യാണ് അല്ലേ. ആംഫിബിയൻസ് ഇതെനിക്ക് എല്ലായിടത്തും ചെയ്യാം അല്ലേ. പ്ലാന്റ്സിൻ്റെ കേസിൽ ചെയ്യാം, അതുപോലെ ഫംഗസിൻ്റെ കേസിൽ ചെയ്യാം. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് അതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പും ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ലെവലിലും ചെയ്യുന്നുണ്ട്, എല്ലാ ഗ്രൂപ്പിലും ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ഇങ്ങനെ മാമൽസ്, റെപ്റ്റൈൽസ്, ആംഫിബിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അല്ലേ. ഇനി ഈ മാമൽസിനെ എനിക്ക് എന്ത് ചെയ്യാം, വീണ്ടും എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം അല്ലേ. അതായത് പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ കാർണിവോർസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കാം അല്ലേ. ഇങ്ങനെ പല ഗ്രൂപ്പ്സും ഉണ്ടാക്കാം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്ത് പോവാണ്, ഗ്രൂപ്പ്സിനെ വീണ്ടും ഗ്രൂപ്പുകളാക്കിയിട്ട് പോവാണ് അല്ലേ. ഈ ഒരു പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷനിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. അതായത് നമ്മൾ ആദ്യം കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നു, ആ ഗ്രൂപ്പ്സിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഗ്രൂപ്പുകളെ മൊത്തത്തിൽ നമ്മൾ കിങ്ഡംസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുക, കിങ്ഡംസ്. അതായത് കിങ്ഡം അനിമാലിയ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ഫംഗൈ, ഇങ്ങനെ കിങ്ഡംസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിനെ നമ്മൾ കാറ്റഗറി എന്നാണ് പറയുന്നത്. സ്റ്റെപ്പിനെ, ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ ഓരോ കാറ്റഗറീസ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഈ കാറ്റഗറി ഏതാണ്, ഇവിടെ കിങ്ഡം ആണ് അല്ലേ. കാറ്റഗറി ഏതാണ്, ഫസ്റ്റിലെ കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡം ആണ് അല്ലേ. കാറ്റഗറി കിങ്ഡം ആണ്. അതിലെ ഗ്രൂപ്പ്സ് ആണ് ആനിമൽസും പ്ലാന്റ്സും ഫംഗസും ഒക്കെ. ഇതൊക്കെ വ്യത്യസ്ത കിങ്ഡംസ് ആണ് അല്ലേ. അതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഫൈലമാണ്. ഫൈലം, ഈ ഫൈലമാണ്. കോഡേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫൈലമാണ്, നോൺ കോഡേറ്റ്സ് എന്ന് പറയുന്നത് മറ്റൊരു ഫൈലമാണ് അല്ലേ. ഇങ്ങനെ കിങ്ഡത്തിൽ നിന്നും നമ്മൾ രണ്ടാമതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫൈലംസ് ആണ്. ആ കാറ്റഗറിയാണ് നമ്മൾ ഫൈലം കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറി ഏതാണ്, ക്ലാസ് ആണ് അല്ലേ. ഈ ഫൈലത്തെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത് ക്ലാസ്സുകളായിട്ടാണ്. ആ ഒരു സ്റ്റെപ്പിനെ അല്ലെങ്കിൽ അത് അടുത്ത സ്റ്റെപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാറ്റഗറിയെ നമ്മൾ ക്ലാസ് എന്നാണ് പറയുക അല്ലേ. അതുപോലെ ക്ലാസ് കഴിഞ്ഞാലുള്ള അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ്, ഓർഡർ ആണ് അല്ലേ. ഓർഡർ. ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസിഫിക്കേഷനെ ഒരുപാട് കാറ്റഗറീസ് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇങ്ങനെ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് അവയെ തരംതിരിക്കാൻ പറ്റും അല്ലേ. അതായത് ഗ്രൂപ്പ്സിനെ ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡം ആണ്. കിങ്ഡത്തിൽ 5 കിങ്ഡംസ് ആണ്. കാറ്റഗറി കിങ്ഡത്തിൽ 5 കിങ്ഡംസ് ആണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ. പിന്നീട് വരുന്നത് എന്താണ്, കിങ്ഡം കഴിഞ്ഞിട്ട് ഫൈലമാണ് അല്ലേ. ഫൈലമാണ് അടുത്ത കാറ്റഗറി. ദെൻ ക്ലാസ് ആണ് അടുത്തത്. പിന്നീട് എന്താണ്, ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ആണ്, അതുപോലെ ഫാമിലി ഉണ്ട്, ജീനസ് ഉണ്ട്, അവസാനത്തേത് സ്പീഷീസ് ആണ് അല്ലേ. ജീനസ് ദെൻ സ്പീഷീസ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇനി ഈ കാറ്റഗറീസിനെ മൊത്തത്തിൽ നമ്മൾ ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. ഇതാണ് ടാക്സോണമിക് ഹയറാർക്കി അല്ലേ. അപ്പോൾ കിങ്ഡമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡമാണ്. ദെൻ ഫൈലം, ദെൻ ക്ലാസ്, ദെൻ ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. സ്പീഷീസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുമ്പം അവർ നമ്മൾ ആദ്യം ഒരുപാട് ഗ്രൂപ്പ്സ് ആക്കും, രണ്ടാമത്തെ ഒരു ലെവലിൽ നമ്മൾ വീണ്ടും ഗ്രൂപ്പ്സ് ആക്കും അല്ലേ. അപ്പോൾ ആദ്യത്തെ ലെവലിനെയാണ് നമ്മൾ ആദ്യത്തെ കാറ്റഗറി, അതായത് കിങ്ഡം എന്ന് പറയുന്നത് അല്ലേ. കിങ്ഡം ലെവലാണത്. രണ്ടാമത്തേത് ഫൈലം ലെവലാണ് അല്ലേ. മൂന്നാമത്തേത് ക്ലാസ് ലെവലാണ്. ഈ ഓരോ ലെവൽസിനെയും നമ്മൾ കാറ്റഗറി എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡം ആണ്.
അതുപോലെ നാരോവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിയിലുള്ള കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷീസ് ആണ് അല്ലേ. ഇനി ഈ ഒരു അറേഞ്ച്മെന്റിനെ കാറ്റഗറീസിന്റെ ടാക്സോണമിക് കാറ്റഗറീസിന്റെ ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. ടാക്സോണമിക് ഹയറാർക്കിയിലുള്ള കാറ്റഗറീസ് ഏതൊക്കെയാണ്? കിങ്ഡം ഉണ്ട്, അതുപോലെ ഫൈലം ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് അല്ലേ. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഇടയിൽ സബ് കാറ്റഗറീസും സൂപ്പർ കാറ്റഗറീസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് കിങ്ഡത്തിൻ്റെ അടിയിൽ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു കാറ്റഗറി ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ സബ് കിങ്ഡം എന്നാണ് പറയുക. സബ് കിങ്ഡം എന്താണ്? സബ് കിങ്ഡം. ഇനി ഫൈലത്തിൻ്റെ മുകളിലാണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ സൂപ്പർ ഫൈലം എന്നാണ് പറയുക. സൂപ്പർ ഫൈലം എന്ന് പറയാം. അതുപോലെ സബ്, സൂപ്പർ എന്നുള്ള ടേം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒബ്ലിഗേറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഇതിപ്പോൾ ഒബ്ലിഗേറ്റ് കാറ്റഗറീസ് എന്നാണ് ഇവരെ നമ്മൾ പറയാം അല്ലേ. ഇവർ നിർബന്ധമായിട്ടുള്ള കാറ്റഗറീസ് ആണ്. ഇതിൻ്റെ മുകളിലോ താഴേക്ക് ആയിട്ട് ഈ ടാക്സോണമിയിൽ നമ്മൾ പുതിയ കാറ്റഗറീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ സൂപ്പർ കാറ്റഗറി അല്ലെങ്കിൽ സബ് കാറ്റഗറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്കുള്ളത് 7 ഒബ്ലിഗേറ്റ് കാറ്റഗറീസ് ആണ് അല്ലേ. In order to make taxonomic position of species precise, certain subcategories and supercategories have been added to the list and they are called intermediate categories. നമ്മൾ ഇങ്ങനെ കാറ്റഗറീസിൻ്റെ ഇടയിൽ, അതായത് ഒരു കാറ്റഗറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ഒക്കെ ആയിട്ട് ആഡ് ചെയ്യുന്ന ഈ സൂപ്പർ കാറ്റഗറീസിനെയും സബ് കാറ്റഗറീസിനെയും ഒക്കെ ഒരുമിച്ച് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കാറ്റഗറീസ് എന്നാണ് പറയുക അല്ലേ. എക്സാമ്പിളാണ് സബ് കിങ്ഡം. കിങ്ഡത്തിൻ്റെ താഴെ നമ്മൾ ആഡ് ചെയ്യുന്ന കാറ്റഗറിയാണ് സബ് കിങ്ഡം. അതുപോലെ ഫൈലത്തിൻ്റെ മുകളിലാണെങ്കിൽ സൂപ്പർ ഫൈലം, ഡിവിഷൻ്റെ മുകളിലാണെങ്കിൽ സൂപ്പർ ഡിവിഷൻ. ഈ ഡിവിഷൻ എന്ന് പറയുമ്പം ഫൈലം എന്നത് നമ്മൾ അനിമൽസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ലെവലിലുള്ള അനിമൽസിൻ്റെ കേസിലുള്ള കാറ്റഗറിയാണ് ഫൈലം. അതിന് പാരലായിട്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിൽ ഡിവിഷൻ എന്നാണ് യൂസ് ചെയ്യുക. ഫൈലത്തിന് പാരലായിട്ട് പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ അവിടെ നമ്മൾ ഡിവിഷൻ എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. ഇനി ഡിവിഷൻ്റെ താഴെയുള്ളതാണെങ്കിൽ സബ് ഡിവിഷൻ, ക്ലാസിൻ്റെ മുകളിലുള്ളത് സൂപ്പർ ക്ലാസ്, സബ് ക്ലാസ്, സൂപ്പർ ഓർഡർ, സബ് ഓർഡർ, സൂപ്പർ ഫാമിലി, സബ് ഫാമിലി, ഇങ്ങനെ ഓരോ കാറ്റഗറിയുടെയും മുകളിലും താഴെയുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കാറ്റഗറീസിനാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി പരിചയപ്പെട്ടു അല്ലേ. ടാക്സോണമിക് ഹയറാർക്കിയിൽ താഴെ നിന്ന് നമ്മൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് മുകളിൽ ആരാണുള്ളത്? കിങ്ഡം ആണുള്ളത് അല്ലേ. കിങ്ഡം ആണുള്ളത്. താഴെ ആരാണുള്ളത്? സ്പീഷീസ് ആണുള്ളത് അല്ലേ. സ്പീഷീസിൽ നമ്മൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ കോമൺ ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരികയാണ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് സിമിലർ ക്യാരക്ടേഴ്സ് ഡിക്രീസസ്. ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നത് ആരായിരിക്കും? സ്പീഷീസ് ആയിരിക്കും അല്ലേ. രണ്ട് സ്പീഷീസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണിക്കുക. രണ്ട് സ്പീഷീസാണ് ഒരു ജീനസിൽ ഒരുമിച്ച് വരിക അല്ലേ. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ഒരു ജീനസിലുള്ള വ്യത്യസ്ത ഓർഗാനിസംസ് നമ്മൾ കമ്പയർ ചെയ്യാണ്. അതുപോലെ ഒരു സ്പീഷീസിലുള്ള വ്യത്യസ്ത ഓർഗാനിസംസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോമൺ ക്യാരക്ടേഴ്സ് കൂടുതൽ കാണിക്കുന്നത് ആരായിരിക്കും? സ്പീഷീസിലുള്ളവരായിരിക്കും അല്ലേ. അതുപോലെ മുകളിലോട്ട് പോകുന്തോറും ടാക്സോണമിക് ഹയറാർക്കിയിൽ നമ്മൾ മുകളിലോട്ട് പോകുന്തോറും കോമൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിമിലർ ക്യാരക്ടേഴ്സിൻ്റെ നമ്പർ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതായത് സ്പീഷീസ് ലെവലിലായിരിക്കും കൂടുതൽ സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്, കിങ്ഡം ലെവലിൽ സിമിലർ ക്യാരക്ടേഴ്സ് കുറവായിരിക്കും. ഓഫ് വാരിയസ് കാറ്റഗറീസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺലി ദ സ്പീഷീസ് ഹാവ് എ റിയൽ എക്സിസ്റ്റൻസ് ഇൻ നേച്ചർ, അതേഴ്സ് ആർ മിയർലി മാൻമെയ്ഡ് കൺവീനിയൻ്റ് ആൻഡ് ആർബിട്രറി ഗ്രൂപ്പ്സ് വിത്തൗട്ട് ആക്ച്വൽ എക്സിസ്റ്റൻസ് ഇൻ നേച്ചർ. അതായത് നമ്മളിപ്പോൾ സ്പീഷീസ്, ജീനസ്, ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറീസ് ഒക്കെ പറയുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഉണ്ടാക്കിയിട്ടുള്ള കാറ്റഗറീസ് ആണ് അല്ലെങ്കിൽ ലെവൽസ് ആണ്. ആക്ച്വലി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് സ്പീഷീസ് മാത്രമാണ് അല്ലേ. ഹ്യൂമൻസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആണ് അല്ലേ. അതുപോലെ നമ്മൾ പറയാണ് ക്രോസ് എന്ന് പറയാണ്, കാക്കകൾ അല്ലേ, അതൊരു സ്പീഷീസ് ആണ്. ഇങ്ങനെ സ്പീഷീസിനാണ് എന്തുള്ളത്? റിയൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉള്ളത്. ബാക്കിയൊക്കെ നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് മാത്രമാണ് ബാക്കിയെല്ലാം. ഇനി കാറ്റഗറി എന്ന് പറയുന്ന ഒരു ടേം നമ്മളിപ്പോൾ പരിചയപ്പെട്ടു അല്ലേ. അതായത് ക്ലാസിഫിക്കേഷൻ്റെ ഓരോ ലെവൽസിനെയാണ്, ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന ഓരോ ലെവൽസിനെയാണ് നമ്മൾ കാറ്റഗറി എന്ന് പറഞ്ഞത്. ഒബ്ലിഗേറ്റ് കാറ്റഗറീസും അതുപോലെ ഇൻ്റർമീഡിയറ്റ് കാറ്റഗറീസും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ ടാക്സോൺ എന്ന് പറയുന്ന ഒരു ടേമാണ് പരിചയപ്പെടുന്നത്. ടാക്സോൺ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ ഉള്ള ഗ്രൂപ്പ് ഓഫ് അനിമൽസിനാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കിങ്ഡം ലെവലിൽ അനിമൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. ഈ അനിമൽസ് എന്ന് പറയുന്നത് ഒരു ടാക്സോൺ ആണ്.
അതുപോലെ നമ്മൾ അടിയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. അപ്പോൾ ആ ക്ലാസ് എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ്സിനെ കാണാൻ പറ്റും. അനിമൽസിനെ ഞാൻ ക്ലാസിഫൈ ചെയ്ത് കാണിച്ചു തന്നു. അതായത് അനിമൽസിനെ നമ്മൾ ഗ്രൂപ്പിംഗ് നടത്തി, അതിൽ കോഡേറ്റ്സിനെ ഞാൻ വീണ്ടും ഗ്രൂപ്പിംഗ് നടത്തി, അങ്ങനെ ഗ്രൂപ്പിംഗ് നടത്തിയപ്പോൾ എനിക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ കിട്ടി അല്ലേ. ആ ഗ്രൂപ്പുകളൊക്കെ ക്ലാസ് എന്ന് പറയുന്ന ലെവലിലുള്ള ഗ്രൂപ്പുകളാണ്. ഈ മൂന്നാമത്തെ ലെവലിനെയാണ് ഞാൻ ക്ലാസ് എന്ന് വിളിച്ചത്. ഈ ലെവലിലുള്ള ഗ്രൂപ്പുകളെ, അതായത് അവിടെ എനിക്ക് ബേർഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കിട്ടി എക്സാമ്പിൾ ആയിട്ട് അല്ലേ. ഈ ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സോൺ ആണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ലെവലിലുള്ള, അതായത് മൂന്നാമത്തെ ലെവൽ ക്ലാസ് എന്ന് പറയുന്ന ലെവലാണ്, അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിലുള്ള ഒരു ഗ്രൂപ്പാണ് ബേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ലെവലിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെയാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ടാക്സോണമിക് ഹയറാർക്കിയുടെ ഏതെങ്കിലും ഒരു ലെവലിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാക്സോൺ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. റോസസ് എന്ന് പറയുന്നത് ഒരു ടാക്സോൺ ആണ്. അതിൻ്റെ ലെവൽ ഏതാണ്? ജീനസ് ലെവലാണ്, അല്ലെങ്കിൽ കാറ്റഗറി ജീനസ് ആണ് അല്ലേ. ജീനസ് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്ത് പോരുമ്പോൾ നമുക്ക് ഈ റോസസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്സ് കിട്ടുന്നത് എവിടെയാണ്? ജീനസ് ലെവലിലാണ് കിട്ടുക. ജീനസ് ലെവലിലാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് റോസ് എന്ന് പറയുന്നത് ടാക്സോൺ ആണ്, ജീനസ് ആണ് അതിൻ്റെ കാറ്റഗറി. അതുപോലെ ഡൈക്കോഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് എവിടെയാണ് കിട്ടുക? ക്ലാസ് എന്ന് പറയുന്ന ലെവലിൽ അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ഡൈക്കോഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നമുക്ക് കിട്ടുക. അതുപോലെ ബേർഡ്സ് എന്ന് പറയുന്നത് ഒരു ടാക്സോൺ ആണ്, അതിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ ലെവൽ എന്ന് പറയുന്നത് ക്ലാസ് ആണ്. ഇതാണ് ടാക്സോണും അതുപോലെ കാറ്റഗറിയും തമ്മിലുള്ള വ്യത്യാസം. ടാക്സോൺ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഏതെങ്കിലും ഒരു ലെവലിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെയാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടാക്സോണമിക് ഹയറാർക്കിയിൽ പ്രധാനമായിട്ടും സ്പീഷീസ്, ജീനസ്, അതുപോലെ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം അല്ലേ, 7 ഒബ്ലിഗേറ്റ് കാറ്റഗറീസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവരെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്പീഷീസ് എന്ന് പറയുമ്പോൾ സ്പീഷീസ് ഈസ് ദ സ്മോളസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി. ഏറ്റവും താഴെയുള്ള ഏറ്റവും ചെറിയ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷീസ് ആണ് അല്ലേ. ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. സ്പീഷീസിനെയാണ് നമ്മൾ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പരിഗണിക്കുന്നത്. ഇനി ബയോളജിക്കൽ കൺസെപ്റ്റ് ഓഫ് സ്പീഷീസ്, അതായത് മേയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ബയോളജിക്കൽ കൺസെപ്റ്റ് ഓഫ് സ്പീഷീസ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? സ്പീഷീസിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർബ്രീഡിങ് നടത്താൻ, പരസ്പരം ഇൻ്റർബ്രീഡിങ് നടത്താൻ കഴിവുള്ള ഓർഗാനിസംസ് നമുക്ക് ഒരു സ്പീഷീസ് ആയിട്ട് പരിഗണിക്കാം എന്നാണ് അദ്ദേഹം സ്പീഷീസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ഒരുപാട് ഓർഗാനിസംസ് ഇൻ്റർബ്രീഡ് ചെയ്യാൻ കഴിവില്ലാത്ത ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവർ ഈ ഡെഫിനിഷന് ഔട്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഡെഫിനിഷൻ അല്ല, എങ്കിലും സ്പീഷീസിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ഇത്. ഓൾ ദ മെമ്പേഴ്സ് ദാറ്റ് ക്യാൻ ഇൻ്റർബ്രീഡ് എമംഗ് ദംസെൽസ് ആൻഡ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് ആർ ദ മെമ്പേഴ്സ് ഓഫ് സെയിം സ്പീഷീസ്. ഇൻ്റർബ്രീഡ് ചെയ്യാനും പ്രത്യുൽപാദനത്തിന് കഴിവുള്ള, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും കഴിവുള്ള ഓർഗാനിസംസിനൊക്കെ നമുക്കൊരു സ്പീഷീസിൽ പെടുത്താം എന്നാണ് അദ്ദേഹം സ്പീഷീസിൻ്റെ നിർവചനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡെഫിനിഷൻ നല്ല ഡെഫിനിഷൻ തന്നെയാണ്, പക്ഷെ എന്താണ്, റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഓർഗാനിസംസിനെ ഈ ഡെഫിനിഷൻ പരിഗണിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്. പിന്നെന്താണ്? സ്റ്റാറ്റിക് കൺസെപ്റ്റ് ഓഫ് സ്പീഷീസ്, അതായത് ലിനേഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? സ്പീഷീസ് ഈസ് അൺചേഞ്ചബിൾ എന്നാണ്. ഒരു സ്പീഷീസ് അത് ഇന്ന് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പും, അതുപോലെ തന്നെ ആയിരിക്കും എന്ത്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും എന്നാണ്. അതായത് സ്പീഷീസ് ഈസ് അൺചേഞ്ചബിൾ. ഈ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ സ്റ്റാറ്റിക് കൺസെപ്റ്റ് ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിൽക്കുന്നത് എന്നാണ് അല്ലേ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം അല്ലേ, അതായത് ചേഞ്ച് ഒന്നും ഇല്ലാതെ ഒരേപോലെ നിലനിൽക്കുന്നത് എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ സ്റ്റാറ്റിക് സ്പീഷീസ് ഓഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് സ്പീഷീസ് ഇപ്പോഴും ഉള്ളത്, അതുപോലെ തന്നെ ആയിരിക്കും ഫ്യൂച്ചറിലും എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലിനേഴ്സ് ആണ്. ദ സ്പീഷീസ് ഓഫ് പ്രസൻറ്റ് ഡേ ആർ സെയിം ആസ് ദേ വർ ഇൻ പാസ്റ്റ് ആൻഡ് ദേ വിൽ റിമെയിൻസ് ദ സെയിം ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലും ഇതുപോലെ തന്നെ ആയിരിക്കും, പാസ്റ്റിലും ഇതുപോലെ തന്നെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്തത് ലമാർക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള ഡൈനാമിക് കൺസെപ്റ്റ് ഓഫ് സ്പീഷീസ് ആണ്. അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? സ്പീഷീസ് ഈസ് എവർ ചേഞ്ചിങ് എന്നാണ് അല്ലേ, ആൾവേസ് ചേഞ്ചബിൾ. അതായത് സ്പീഷീസ് പണ്ടുണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോൾ ഉള്ളത്, ഒരുപാട് മാറ്റങ്ങൾ വന്ന് വേറെ ഒരു തരം സ്പീഷീസ് ആയിട്ടാണ് ഇപ്പോൾ അവർ നിലനിൽക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും?
ഇനിയും ഒരുപാട് ചേഞ്ചസ് വന്നിട്ട് സ്പീഷീസ് മാറും എന്നാണ് ഈ കൺസെപ്റ്റ് പ്രകാരം ലമാർക്ക് മുന്നോട്ട് വെക്കുന്നത്. ചേഞ്ചസ് ഓൾവേസ് ഒക്കർ ഇൻ ദി ക്യാരക്ടേഴ്സ് ഓഫ് സ്പീഷീസ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ ആൻഡ് ദിസ് ചേഞ്ചസ് ആർ നോൺ ആസ് എവല്യൂഷൻ. ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ചേഞ്ചസിനെയാണ് നമ്മൾ ഓരോ സ്പീഷീസിലും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ചേഞ്ചസിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം 3 കൺസെപ്റ്റാണ്. ഒന്നാമത്തത് ബയോളജിക്കൽ കൺസെപ്റ്റ് മേയറാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്തിട്ട് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസംസ് ആണ് സ്പീഷീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലിനേഴ്സ് ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? സ്പീഷീസ് ആർ അൺചേഞ്ചബിൾ എന്നാണ്, അല്ലേ? ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ലമാർക്ക് പറഞ്ഞിട്ടുള്ളത് സ്പീഷീസ് ഈസ് ആൾവേസ് ചേഞ്ചബിൾ, എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി സ്പീഷീസിനെ നമുക്ക് അവരുടെ ജിയോഗ്രഫിക്കൽ ഏരിയനെ ബേസ് ചെയ്തിട്ട് അലോപാട്രിക് സ്പീഷീസ് എന്നും അതുപോലെ സിംപാട്രിക് സ്പീഷീസ് എന്നും പറയാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസിലുള്ള സ്പീഷീസിനെ നമ്മൾ അലോപാട്രിക് സ്പീഷീസ് എന്നാണ് പറയുക. സ്പീഷീസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ റീജിയൻസ് ആൻഡ് ഹാവ് ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് ബിറ്റ്വീൻ ദം ആർ നോൺ ആസ് അലോപാട്രിക് സ്പീഷീസ്. അലോപാട്രിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഓഷ്യനോ അല്ലെങ്കിൽ ഹിൽസോ ഒക്കെ കാരണമായിട്ട് 2 ഡിഫറെൻറ്റ് റീജിയനിലുള്ള സ്പീഷീസിനെയാണ് നമ്മൾ അലോപാട്രിക് സ്പീഷീസ് എന്ന് പറയുക. എന്നാൽ ഒരേ റീജിയനിൽ കാണപ്പെടുന്ന സ്പീഷീസിനെ നമ്മൾ സിംപാട്രിക് സ്പീഷീസ് എന്ന് പറയാം. ദ സ്പീഷീസ് ഫൗണ്ട് ഇൻ സിമിലർ ജിയോഗ്രഫിക്കൽ റീജിയൻസ് ആർ സിംപാട്രിക് സ്പീഷീസ്. ഇനി അടുത്ത കാറ്റഗറിയാണ് ജീനസ്, അല്ലേ? താഴെയുള്ളതാണ് സ്പീഷീസ്, അടുത്താണ് ജീനസ്. ജീനസ് ഈസ് ആൻ അസംബ്ലി ഓഫ് റിലേറ്റഡ് സ്പീഷീസ് which evolved from a common ancestor and have certain common characters called correlated characters. Potato, tomato and brinjal are 3 different species but all belong to the genus Solanum. അതായത് പൊട്ടറ്റോ വേറെ സ്പീഷീസ് ആണ്, ടൊമാറ്റോ വേറെ സ്പീഷീസ് ആണ്, ബ്രിഞ്ചൽ വേറെ സ്പീഷീസ് ആണ്, അല്ലേ? ഇവർ 3ഉം കൂടി ഏത് ജീനസ് ആണ്? സൊളാനം എന്ന് പറയുന്ന ജീനസ് ആണ്. അതുപോലെ തന്നെ അനിമൽസിൻ്റെ കേസിലാണെങ്കിൽ ലയൺ, ലിയോപാർഡ് ആൻഡ് ടൈഗർ വിത്ത് സെവറൽ കോമൺ ഫീച്ചേഴ്സ് ആർ ഓൾ സ്പീഷീസ് ഓഫ് ദ ജീനസ് പാന്തര. പാന്തര എന്ന് പറയുന്ന ജീനസിലാണ് ലയണും ലിയോപാർഡും ടൈഗറൊക്കെ വരുന്നത്. അപ്പോൾ സിമിലർ ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന സ്പീഷീസിൻ്റെ ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്? ജീനസ് എന്ന് പറയുന്നത്, അല്ലേ? അതാണ് അടുത്ത ലെവൽ. ഇനി അടുത്ത ലെവൽ ഏതാണ്? ഫാമിലിയാണ്, അല്ലേ? ഫാമിലി എന്ന് പറയുമ്പോൾ ഒരുപാട് ജീനസിൻ്റെ കൂട്ടം, ഗ്രൂപ്പ് ഓഫ് ജീനസ്. സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരുപാട് ജീനസ് ഉൾപ്പെട്ടതാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ഹാസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ. ജീനസിൻ്റെ പ്ലൂറലാണ് ജനറ എന്നുള്ളത്, അല്ലേ? ജനറ വിത്ത് സ്റ്റിൽ ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആസ് കമ്പയർഡ് ടു ജീനസ് ആൻഡ് സ്പീഷീസ്. അതായത് ഫാമിലിയിലുള്ള ഓർഗാനിസംസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സ്പീഷീസിലുള്ള ഡിഫറെൻ്റ് ഓർഗാനിസംസിനെയും അതുപോലെ സെയിം ഫാമിലിയിലുള്ള ഡിഫറെൻ്റ് ഓർഗാനിസംസിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സിമിലാരിറ്റി കാണിക്കൽ ആരായിരിക്കും? സെയിം സ്പീഷീസിലുള്ള ഓർഗാനിസംസ് തമ്മിലായിരിക്കും. നമ്മൾ ടാക്സോണമിക് ഹയറാർക്കിയിൽ മുകളിലോട്ട് പോകുന്തോറും സിമിലർ ക്യാരക്ടേഴ്സ് കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഏറ്റവും കുറവ് എവിടെ ആയിരിക്കും? കിങ്ഡം ലെവലിലായിരിക്കും, അല്ലേ? ഒരു കിങ്ഡത്തിലുള്ള വ്യത്യസ്ത ഡിഫറെൻ്റ് ഓർഗാനിസംസ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ സ്പീഷീസിലൊക്കെ ആണെങ്കിൽ അത് വളരെ കൂടുതലായിരിക്കും. ഫാമിലീസ് ആർ ക്യാരക്ടറൈസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ്. പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഫാമിലീസ് നമ്മൾ നോക്കുമ്പം വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും അതുപോലെ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സും നോക്കിയിട്ടാണ് നമ്മൾ ഏത് ഫാമിലിയാണ് എന്ന് തീരുമാനിക്കുന്നത്. 3 different genera, Solanum, Petunia and Datura are placed in family Solanaceae. Solanaceae എന്ന് പറയുന്ന ഫാമിലിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീനസസ് ആണ് സൊളാനവും പെറ്റൂണിയയും ദത്തുറയും. അതുപോലെ എമംഗ് അനിമൽസ്, ഫോർ എക്സാമ്പിൾ ജീനസ് പാന്തര കംപ്രൈസിംഗ് ലയൺ, ടൈഗർ, ലിയോപാർഡ് ഈസ് പുട്ട് അലോങ് വിത്ത് ജീനസ് ഫെലിസ് ഇൻ ദി ഫാമിലി ഫെലിഡെ. ഫെലിഡെ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള വ്യത്യസ്ത ജീനസ് ആണ് ഏതൊക്കെ? ഫെലിസും അതുപോലെ പാന്തരായും. ഫെലിസ് എന്ന് പറയുന്ന ജീനസും അതുപോലെ പാന്തര എന്ന് പറയുന്ന ജീനസും ഇവർ കോമൺ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത് കൊണ്ട് ഇവരെ 2 പേരെയും നമ്മൾ ഫെലിഡെ എന്നുള്ള ഫാമിലിയിൽ ഉൾപ്പെടുത്തി. പാന്തരയിൽ നമുക്കറിയാം ലയണും ലിയോപാർഡൊക്കെയാണ് ഉള്ളത്, അല്ലേ? ഫെലിസിൽ ക്യാറ്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്, അല്ലേ? ഇങ്ങനെ സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ജീനസിൻ്റെ അല്ലെങ്കിൽ ജനറയുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയാം. ഇനി നമ്മൾ ടാക്സോണമിക് ഹയറാർക്കിയിൽ മുകളിലോട്ട് പോലെ അടുത്തത് ആരാണ്? ഓർഡർ ആണ്, അല്ലേ? ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? അസംബ്ലേജ് ഓഫ് ഫാമിലി.
ഫാമിലീസിൻ്റെ ഗ്രൂപ്പ്സിനെയാണ് വിച്ച് എക്സിബിറ്റ് സിമിലർ ഫ്യൂ ക്യാരക്ടേഴ്സ്. സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഫാമിലീസിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ദ സിമിലർ ക്യാരക്ടേഴ്സ് ആർ ലെസ് ഇൻ നമ്പർ ആസ് കമ്പയർഡ് ടു ഡിഫറെൻറ്റ് ജനറ ഇൻക്ലൂഡഡ് ഇൻ എ ഫാമിലി. ഒരു ഫാമിലിയിലുള്ള വ്യത്യസ്ത ജീനസിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഫാമിലിയിലുള്ള ഓർഗാനിസംസ് തമ്മിലുള്ള സിമിലാരിറ്റീസ് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും ഒരു ഓർഡറിലുള്ള ഡിഫറെൻറ്റ് ഫാമിലീസ് തമ്മിലുള്ള സിമിലാരിറ്റീസ്. പ്ലാന്റ് ഫാമിലീസ് ലൈക്ക് കോൺവോൾവുലാസിയെ, സൊളനേസിയെ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഡർ പോളിമോണിയൽസ് മെയിൻലി ബേസ്ഡ് ഓൺ ദി ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. കൺവോൾവുലാസി എന്ന് പറയുന്ന ഫാമിലിയും അതുപോലെ സൊളനേസി എന്ന് പറയുന്ന ഫാമിലിയും പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡറിലാണ് വരുന്നത്. ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ കാർണിവോറ എന്ന ഓർഡറിലാണ് ഫെലിഡ എന്ന് പറയുന്ന ഫാമിലിയും അതുപോലെ കനിഡ എന്ന് പറയുന്ന ഫാമിലിയും വരുന്നത്. കനിഡ എന്ന് പറയുമ്പം നമ്മൾ ഡോഗ്സ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഫാമിലിയാണ് കനിഡ. ഫെലിഡ എന്ന് പറയുന്നത് ആരാണ്? ക്യാറ്റ്സ് ഒക്കെ ഉള്ള, ക്യാറ്റ്സും ലയൺസ് ഒക്കെ ഉള്ള ഫാമിലിയാണ് ഫെലിഡ. ഈ രണ്ട് ഫാമിലിയും വരുന്നത് ഓർഡർ ഏതിലാണ്? കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിലാണ്. കാർണിവോറ എന്ന് പറയുമ്പോൾ കാർണിവോറസ് ആനിമൽസ് അല്ലേ, മീറ്റ് മാംസം ഭക്ഷിക്കുന്ന ആനിമൽസ്. അതുപോലെ തന്നെ അടുത്ത കാറ്റഗറിയാണ് ക്ലാസ്. അതായത് ഒരുപാട് ഓർഡേഴ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ക്ലാസ് ഈസ് എ സബ് ഡിവിഷൻ വിതിൻ എ ഫൈലം മെയ്ഡ് ഓഫ് വൺ ഓർ മോർ റിലേറ്റഡ് ഓർഡേഴ്സ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ക്ലാസ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓർഡറിൻ്റെ മുകളിലുള്ള എന്താണ്, അല്ലെങ്കിൽ ഒരുപാട് ഓർഡേഴ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ലെവൽ എന്ന് പറയുന്നത് ഫൈലമാണ് അല്ലേ. അപ്പോൾ ഫൈലത്തിലുള്ള ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്, ഇതാണ് ക്ലാസ് എന്നും പറയാം. എങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം അല്ലേ. ഒന്നുകിൽ താഴത്തേത് വെച്ചിട്ട് പറയാം അല്ലെങ്കിൽ മുകളിലത്തേത് വെച്ചിട്ടും പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈലത്തിലെ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്, ആ സബ് ഡിവിഷൻസിനെ നമ്മൾ ക്ലാസ്സസ് എന്ന് എന്നും പറയാം. ഓർഡർ പ്രൈമേറ്റ കംപ്രൈസിങ് മങ്കി, ഗൊറില്ല ആൻഡ് ഗിബൺ ഈസ് പ്ലേസ്ഡ് ഇൻ ക്ലാസ് മമേലിയ അലോങ് വിത്ത് ഓർഡർ കാർണിവോറ ദാറ്റ് ഇൻക്ലൂഡ്സ് ആനിമൽസ് ലൈക്ക് ടൈഗർ, ക്യാറ്റ് ആൻഡ് ഡോഗ്. അതായത് പ്രൈമേറ്റ എന്ന് പറയുന്ന ഓർഡറിൽ മങ്കിയും ഗൊറില്ലയും ഗിബണൊക്കെയാണുള്ളത്. ഈ ഓർഡറും അതുപോലെ കാർണിവോറ എന്ന് പറയുന്ന ഓർഡറും മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് വരുന്നത്. മമേലിയ അല്ലെങ്കിൽ മാമൽസ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് കാർണിവോറ എന്ന് പറയുന്ന ഓർഡറും അതുപോലെ തന്നെ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഓർഡറും വരുന്നത്. കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിലാണ് ഫെലിഡയും അതുപോലെ കനിഡയും ഒക്കെ ഉള്ളത് അല്ലേ. ഫെലിഡയും കനിഡയും ഉള്ളത്. ഫെലിഡയും കനിഡയും എന്താണ്? ഫാമിലീസ് ആണ് അല്ലേ. ഇനി ഫെലിഡയിൽ നമ്മൾ വീണ്ടും പോകുമ്പം ഫെലിസ് എന്ന് പറയുന്ന ജീനസും അതുപോലെ പാന്തര എന്ന് പറയുന്ന ജീനസും ഇതിലാണുള്ളത്. ഇനി ക്ലാസ് മമേലിയ ഹാസ് അതർ ഓർഡേഴ്സ് ആൾസോ. ഈ രണ്ട് ഓർഡർ മാത്രമല്ല, കാർണിവോറയും കാർണിവോറ എന്ന് പറയുന്ന ഓർഡറും അതുപോലെ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഓർഡറിനും പുറമെ വേറെയും ഓർഡേഴ്സ് മമേലിയയിലുണ്ട് അല്ലേ. മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിലുണ്ട്. ഇനി അടുത്തതാണ് ഫൈലം അല്ലേ. ക്ലാസ്സസ് കംപ്രൈസിങ് അനിമൽസ് ലൈക്ക് ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് along with mammals constitute the next higher category called phylum. അപ്പോൾ നമ്മളിപ്പം മമേലിയ എന്ന് പറയുന്ന ഒരു ക്ലാസ് പറഞ്ഞു, അതുപോലെ വേറെയും ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ഈ ക്ലാസ്സസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ആംഫിബിയൻസ് ഉണ്ട്, അതുപോലെ റെപ്റ്റൈൽസ് ഉണ്ട് അല്ലേ. ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന അടുത്ത ഒരു ലെവലാണ് അല്ലേ. അടുത്ത ലെവലാണ് ഏത്? ഫൈലം എന്ന് പറയുന്നത്. ഇവരൊക്കെ ഏതിലാണ്? ഫൈലം കോഡേറ്റയിലാണ് ഇവരുള്ളത്. കോഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിലാണ് ഇവരൊക്കെ ഉള്ളത്. All these based on the common features like presence of notochord and dorsal hollow neural system are included in phylum Chordata. നമ്മൾ പറഞ്ഞു ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കിയിട്ട് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർ കോഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ വരാൻ കാരണം എന്താണ്? പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് പ്രസൻസ് ഓഫ് നോട്ടോകോഡ് അല്ലേ. അവർക്ക് നോട്ടോകോഡ് ഉണ്ട്, അതുപോലെ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം ഉണ്ട്. ഇത്തരം ഫീച്ചേഴ്സ് കാണിക്കുന്നത് കൊണ്ടാണ് ഇവരെ നമ്മൾ കോഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ ഉൾപ്പെടുത്തിയത്. ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ്, ക്ലാസ്സസ് വിത്ത് എ ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് ആർ അസൈൻഡ് ടു എ ഹയർ കാറ്റഗറി കാൾഡ് ഡിവിഷൻ. നേരത്തെ പറഞ്ഞു ഫൈലത്തിന് പാരലലായിട്ട് അനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷനിലാണെങ്കിൽ നമ്മൾ ഫൈലം എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. അതിന് പാരലലായിട്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഡിവിഷൻ എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഏറ്റവും ഹയർ ആയിട്ടുള്ള കാറ്റഗറി അല്ലേ, കിങ്ഡം. All animals belonging to various phyla are assigned to the highest category called kingdom Animalia. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കോഡേറ്റയും അതുപോലെ നോൺ കോഡേറ്റയും ഒക്കെ ഏതിലാണ് വരുന്നത്? നോൺ കോഡേറ്റ എന്ന് പറയുന്ന ഫൈലവും കോഡേറ്റ എന്ന് പറയുന്ന ഫൈലവും ഒക്കെ കിങ്ഡം അനിമാലിയയിലാണ് വരുന്നത് അല്ലേ. അനിമാലിയ എന്ന് പറയുന്നത്
ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള കാറ്റഗറിയാണ്. അതിന് നമ്മൾ ആ കാറ്റഗറിൻ്റെ പേരാണ് കിങ്ഡം. ഈ സ്പെസിഫിക് കിങ്ഡത്തിൻ്റെ പേരാണ് കിങ്ഡം അനിമാലിയ. ഇനി അതുപോലെ കിങ്ഡം പ്ലാന്റ് ഉണ്ട്. പ്ലാന്റ്സിൻ്റെ കിങ്ഡത്തിനെ നമ്മൾ കിങ്ഡം പ്ലാന്റ് എന്ന് പറയാം. ഓൺ ദി അതർ ഹാൻഡ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് കംപ്രൈസസ് ഓൾ പ്ലാന്റ്സ് ഫ്രം വേരിയസ് ഡിവിഷൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്ക് വരുമ്പം ഉള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സ്പീഷീസ് കണ്ടു, പിന്നെ ഒരുപാട് സ്പീഷീസിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ ജീനസ് എന്ന് വിളിച്ചു അല്ലേ. അതുപോലെ ഫാമിലി എന്ന് പറയുമ്പം സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരുപാട് ജീനസിൻ്റെ ഗ്രൂപ്പാണ് ഫാമിലി. അതുപോലെ ഓർഡറിലേക്ക് വരുമ്പം സിമിലർ ഫാമിലീസിൻ്റെ ഗ്രൂപ്പാണ് ഓർഡർ. ഇങ്ങനെ സിമിലർ ആയിട്ടുള്ളതിന് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഹയർ ആയിട്ടുള്ള കാറ്റഗറീസിലേക്ക് നമ്മൾ പോകുന്നത് അല്ലേ. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മളെ ടാക്സോണമിക് ഹയറാർക്കിയിലെ താഴെയുള്ള ലെവൽസിലാണ് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഓർഗാനിസംസ് കാണിക്കുന്നത്. എക്സാമ്പിളായിട്ട് സ്പീഷീസിലാണ് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി കാണിക്കുക അല്ലേ. കിങ്ഡം ലെവലിലാണെങ്കിൽ കിങ്ഡം ലെവലിലും അതുപോലെ ഫൈലം ലെവലിലും ഒക്കെ ജീനസിനെയും സ്പീഷീസിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അവിടെ കാണിക്കുന്ന ഓർഗാനിസംസ് തമ്മിൽ കാണിക്കുന്ന സിമിലാരിറ്റീസ് കുറവായിരിക്കും. ഇനി നമ്മുടെ NCERT ബുക്സിൽ കുറച്ച് ഓർഗാനിസംസിൻ്റെ ബയോളജിക്കൽ നെയിമും അതുപോലെ അവരുടെ ജീനസും ഫാമിലിയും ഓർഡർ ക്ലാസ് ഫൈലവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇത് മാച്ച് ദ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നീറ്റിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹ്യൂമൻ ബീങ്സിൻ്റെത് ഹോമോ സാപ്പിയൻസ്, ഹോമോ ആണ് ജീനസ്, അതുപോലെ ഹോമിനിഡെ ഫാമിലി, പ്രൈമേറ്റ ഓർഡർ, മമ്മേലിയ ക്ലാസ്, കോഡേറ്റയാണ് ഫൈലം അല്ലേ. അതുപോലെ ഹൗസ് ഫ്ലൈൻ്റെതാണെങ്കിൽ എന്താണ് മസ്ക ഡൊമസ്റ്റിക്ക എന്നാണ് ബയോളജിക്കൽ നെയിം, സയൻറ്റിഫിക് നെയിം. മസ്ക എന്നുള്ളതാണ് അതിൻ്റെ ജീനസ്. അതുപോലെ തന്നെ മിസിഡയാണ് ഫാമിലി, ഡിപ്റ്റെറ ഓർഡർ, ഇൻസെക്റ്റ് ക്ലാസ്, ആർത്രോപോഡയാണ് അതിൻ്റെ ഫൈലം അല്ലേ. ഇനി മാംഗോൻ്റെ കേസിൽ വരികയാണെങ്കിൽ മാഞ്ചിഫറ ഇൻഡിക്ക എന്നുള്ളതാണ് സയൻറ്റിഫിക് നെയിം. മാഞ്ചിഫറ എന്നുള്ളതാണ് ഈ സയൻറ്റിഫിക് നെയിമിലെ ഫസ്റ്റിലെ വേർഡാണ് ജീനസ് അല്ലേ, രണ്ടാമത്തത് സ്പീഷീസുമാണ്. അപ്പോൾ മാഞ്ചിഫറ എന്നുള്ളത് ജനറിക് നെയിമും അതുപോലെ ഇൻഡിക്ക എന്നുള്ളത് സ്പെസിഫിക് എപ്പിതെറ്റുമാണ് അല്ലേ. ഇനി അതിൻ്റെ ഫാമിലി അനക്കാഡിയാസിയെ, സാപ്പിൻഡൈൽസ് ആണ് ഓർഡർ, ഡൈക്കോട്ടിലിഡനാണ് അതിൻ്റെ ക്ലാസ്, ആൻജിയോസ്പെർമെ എന്നുള്ളതാണ് എന്ത് ഡിവിഷൻ അല്ലേ. കാരണം പ്ലാന്റ് ആയതുകൊണ്ട് ഇവിടെ ഡിവിഷൻ എന്നുള്ള ടേമാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അതുപോലെ വീറ്റിൻ്റെതാണെങ്കിൽ ട്രിറ്റിക്കം ഈസ്റ്റിവമാണ് സയൻറ്റിഫിക് നെയിം. ട്രിറ്റിക്കം എന്നുള്ളതാണ് എന്ത് ജീനസ് നെയിം. പൊയാസിയ എന്നുള്ളതാണ് ഫാമിലി, പൊയാസിയെ ആൻഡ് പൊയേൽസ് എന്നുള്ളതാണ് എന്ത് ഓർഡർ. മോണോകോട്ടിലിഡന എന്നുള്ളതാണ് ക്ലാസ്. അതുപോലെ ആൻജിയോസ്പെർമ എന്നുള്ളതാണ് അതിൻ്റെ ഡിവിഷൻ അല്ലേ. ഇങ്ങനെ വ്യത്യസ്ത ഓർഗാനിസംസിൻ്റെ ബയോളജിക്കൽ നെയിംസും അവരുടെ ഫാമിലി ജീനസും മറ്റു ഡീറ്റെയിൽസും ഒക്കെയാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം അല്ലേ. ബയോസിസ്റ്റമാറ്റിക്സ് എയിംസ് അറ്റ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബയോസിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടാക്സോണമിയും സിസ്റ്റമാറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. ടാക്സോണമി വേഴ്സസ് സിസ്റ്റമാറ്റിക്സ്. എന്താണ് വ്യത്യാസം? ടാക്സോണമി ആണെങ്കിൽ എന്തുണ്ടാവില്ല, അവിടെ നമ്മൾ ഫൈലോജനി ഉണ്ടാവില്ല അല്ലേ. ഫൈലോജനിയെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ പരിഗണിക്കുന്നില്ല. സിസ്റ്റമാറ്റിക്സ് ആണെങ്കിൽ അതുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അതിലുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ബ്രോഡ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് അല്ല അല്ലേ. ഡീലിമിറ്റിംഗ് വേരിയസ് ടാക്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദെയർ റിലേഷൻഷിപ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ദെയർ എവല്യൂഷണറി ഹിസ്റ്ററി അല്ലേ. ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദെയർ ഫൈലോജനി ഓൺ ദ ടോട്ടാലിറ്റി ഓഫ് വേരിയസ് പാരാമീറ്റേഴ്സ് ഫ്രം ഓൾ ഫീൽഡ്സ് ഓഫ് സ്റ്റഡീസ്. ഇതാണ് എൻ്റെ ആൻസർ അല്ലേ. ബയോസിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പം ഫൈലോജനി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ ബയോസിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നീറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് 2016 ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട ടേബിളുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ഇതേതാണ്, അതായത് ഹൗസ് ഫ്ലൈൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഹൗസ് ഫ്ലൈൻ്റെ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗസ് ഫ്ലൈൻ്റെ ഫാമിലി ഏതാണ്? മിസിഡയാണ് അല്ലേ. അതുപോലെ തന്നെ ഓർഡർ ഏതാണ്? ഡിപ്റ്റിറയാണ് അല്ലേ. ക്ലാസ് ഇൻസെക്റ്റിയാണ്, ഫൈലം ആർത്രോപോഡ. അപ്പോൾ A3B2 A3B1 അല്ലേ. A3B1 എന്ന് പറയുന്നത് എ ആണ്, ഓപ്ഷൻ എ ആണ് അല്ലേ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചതായതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ അടുത്തത് എന്താണ്? ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ബിറ്റ്വീൻ ടൊമാറ്റോ ആൻഡ് പൊട്ടാറ്റോ വിൽ ബി മാക്സിമം അറ്റ് ദ ലെവൽ ഓഫ് ദർ
ഫാമിലി, ഡിവിഷൻ, ഓർഡർ, ജീനസ്. അതായത് ടൊമാറ്റോയും പൊട്ടറ്റോയും തമ്മിലുള്ള കോമൺ ക്യാരക്ടേഴ്സ് കൂടുതൽ ഏത് ലെവലിലാണ് അവർ കാണിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ താഴേന്ന് മുകളിലേക്ക് പോകുമ്പോൾ, അതായത് സ്പീഷീസ് ലെവലിൽ നിന്ന് കിങ്ഡം ലെവലിലേക്ക് പോകുമ്പോൾ എന്താണ്, സിമിലർ ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരികയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവർ സെയിം സ്പീഷീസ് അല്ല അല്ലേ, പിന്നെന്താണ്, സെയിം ജീനസും അല്ല അല്ലേ, ഇവർ സെയിം ഫാമിലിയിലുള്ള ആളുകളാണ്. അപ്പോൾ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത്, അതായത് ഇവർ സിമിലർ ക്യാരക്ടേഴ്സ് പങ്കുവെക്കുന്ന ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഫാമിലിയാണ് അല്ലേ. അപ്പോൾ ഫാമിലിയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ടൊമാറ്റോയും പൊട്ടറ്റോയും സെയിം ഫാമിലിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് മാക്സിമം എവിടെ ആയിരിക്കും, ഫാമിലി ലെവലിലായിരിക്കും. കാരണം താഴോട്ട് നിന്ന് മുകളിലോട്ട് പോകുന്നതോറും എന്താണ്, സിമിലർ ക്യാരക്ടേഴ്സ് കുറയാണ് ചെയ്യുക അല്ലേ, നമ്പർ ഓഫ് സിമിലർ ക്യാരക്ടേഴ്സ് കുറയാണ് ചെയ്യുക. അപ്പോൾ കിങ്ഡം ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിമം ക്യാരക്ടേഴ്സാണ് ഉണ്ടാവുക. താഴെ ഫാമിലി ലെവലിൽ നോക്കുമ്പം ആണ് അവർ കൂടുതൽ ക്യാരക്ടേഴ്സ് പരസ്പരം ഷെയർ ചെയ്യുക. ഇനി സ്പീഷീസ് ആർ കൺസിഡേർഡ് ആസ്, സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്, റിയൽ ബേസിക് യൂണിറ്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ആർട്ടിഫിഷ്യൽ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് വിച്ച് കനോട്ട് ബി ഡിഫൈൻഡ്, റിയൽ യൂണിറ്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഡിവൈസ്ഡ് ബൈ ടാക്സോണമിസ്റ്റ്. സ്പീഷീസിനെ നമ്മൾ ഈ ലെക്ചറിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, സ്പീഷീസിനെ നമ്മൾ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷനായിട്ട് പരിഗണിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ദേ ആർ ദി റിയൽ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എ ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോമൻക്ലേച്ചറിൻ്റെ റൂൾസും അതുപോലെ തന്നെ ടാക്സോണമിക് ഹയറാർക്കിയെക്കുറിച്ചുമൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടാക്സോണമിക് എയ്ഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.